സ്റ്റാർട്ട് ചെയ്തു. അരുണ സ്റ്റാർട്ട് ചെയ്തോട്ടോ. You to unmute. ഇപ്പൊ കേൾക്കാം. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് ഹലോ ചോദിച്ചു. അപ്പോ അവിടുന്ന് റിപ്ലൈ ഒന്നും കിട്ടില്ല. സാർ ഇങ്ങനെ തുടങ്ങിക്കോളാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ലെന്ന്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. സോറി, അത് മ്യൂട്ട് ആയി പോയി. ഇപ്പൊ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? സൗണ്ട് കറക്റ്റാ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണം മക്കളെ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ മെക്കാനിക്കലിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതെന്ന് പറയുമ്പോൾ ഒന്നുമല്ല, IC എഞ്ചിനാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എഞ്ചിൻ എന്ന് പറയുമ്പോൾ എന്താണ് എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്കിന്? എഞ്ചിൻ എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഡിവൈസ് ആണ്. അപ്പൊ ഈ ഡിവൈസ് എന്താ ചെയ്യുന്നത്? ഈ ഡിവൈസിലോട്ട് നിങ്ങൾ ഒരു എനർജി കൊടുത്തു കഴിഞ്ഞാൽ ആ എനർജിയെ വേറൊരു ഫോമിലായിട്ട് കൺവേർട്ട് ചെയ്ത് ആര് തരുന്നുണ്ട്? എഞ്ചിൻ തരുന്നുണ്ട്. അപ്പൊ എഞ്ചിൻ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കിന് വൺ ഫോം ഓഫ് എനർജിയെ വേറൊരു ഫോമിലോട്ട് എന്ത് ചെയ്യാണ്? കൺവേർട്ട് ചെയ്യുകയാണ് സാധാരണഗതിയിൽ എഞ്ചിൻ എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾക്ക് പഠിക്കാനായിട്ടുള്ളത് നമ്മളുടെ ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള എഞ്ചിൻസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ അതിൽ നമുക്ക് രണ്ടായിട്ട് ആദ്യം ക്ലാസ് ചെയ്യാം. നമ്മളിപ്പോ എഞ്ചിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസ് ചെയ്യാൻ പോവാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ, രണ്ടാമത്തെന്ന് പറയുന്നത് എന്താണ്? ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ. അപ്പൊ എന്തായി കമ്പഷൻ എന്ന് പറയുമ്പോൾ? കമ്പഷൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ബേണിംഗ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കമ്പഷൻ എന്ന് വിളിക്കുന്നത്. തീ കത്തുന്നുണ്ടോ? അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? കമ്പഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് അവിടെ ബേണിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കമ്പഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് എക്സ്റ്റേണൽ കമ്പഷൻ ആണ്. അപ്പൊ എക്സ്റ്റേണൽ കമ്പഷൻ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ആയിട്ടാണ് ബേൺ ചെയ്യുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ ആയിട്ടാണ് ബേൺ ചെയ്യുന്നത്. ഇന്റേണൽ കമ്പഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ബേണിംഗ് എന്താണ്? ഇന്റേണലി ആണ് നടക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ, ഇത് നമ്മളുടെ പണ്ടത്തെ തീവണ്ടിയാണ്, നമ്മളുടെ പണ്ടത്തെ മറ്റേ സ്റ്റീം എഞ്ചിൻ. അപ്പൊ ഈ സ്റ്റീം എഞ്ചിനിൽ നടക്കുന്നത് ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബേൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ബേൺ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടറിൽ നിന്ന് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റീമിനെ നമ്മൾ ഒരു എഞ്ചിനിലോട്ട് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും.
അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ എഞ്ചിനും അതുപോലെ തന്നെ ഹീറ്റും എന്താണ് വേറെ വേറെ പ്ലേസിലാണ്. അതായത് എക്സ്റ്റേണൽ ആയിട്ട് കമ്പഷൻ ചെയ്തിട്ട്, എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ തീ കത്തിച്ചിട്ട് നമ്മൾ ആ സ്റ്റീമിനെ വേറെ ഒരു എഞ്ചിനിലാണ് എന്ത് ചെയ്യുന്നത്, കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ ടൈപ്പ് കമ്പഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എക്സ്റ്റേണൽ കമ്പഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇത് ഇന്റേണൽ കമ്പഷൻ ആകണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? എഞ്ചിനിൽ തന്നെ എന്ത് ചെയ്യണം, ആ ഒരു ഹീറ്റ് ഡെവലപ്പ് ചെയ്യണം, അവിടെ ഒരു കമ്പഷൻ നടക്കണം. സോ എന്നാൽ മാത്രമേ നമ്മൾ എന്തെന്ന് പറയത്തുള്ളൂ, ഇന്റേണൽ കമ്പഷൻ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഇവിടെ എന്ന് പറയുമ്പോൾ വേറെ ഏതോ സ്ഥലത്ത് വേണ്ട ഈ ഒരു ടാങ്കിലാണ് കമ്പഷൻ നടന്നത് അല്ലെ, ഈ ഒരു ടാങ്കിലാണ് നമ്മുടെ വാട്ടർ സ്റ്റീം ആയിട്ട് കൺവേർട്ട് ചെയ്തത്, അതിനെ നമ്മൾ എഞ്ചിനിലോട്ട് എടുത്തത്. പക്ഷേ ഇന്റേണൽ കമ്പഷൻ ആകുമ്പം നമ്മളുടെ എഞ്ചിനിൽ തന്നെ ആയിരിക്കും ആ ഹീറ്റ് അഡിഷൻ നടക്കുന്നത്. എഞ്ചിനിൽ തന്നെ, എഞ്ചിന്റെ ഇന്റേണലി ഹീറ്റ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന IC എഞ്ചിൻ എന്ന് വിളിക്കുന്നത്. നോക്കിയേ, അപ്പോ IC എഞ്ചിൻ. അപ്പൊ IC എഞ്ചിനെ നമ്മൾ ആദ്യം ചെയ്തത്, എഞ്ചിനെ നമ്മൾ രണ്ടായിട്ട് അങ്ങ് തരം തിരിച്ചത്. ഒന്നെന്ന് പറയുന്നത് എക്സ്റ്റേണൽ കമ്പഷനും, രണ്ടെന്ന് പറയുന്നത് ഇന്റേണൽ കമ്പഷൻ എഞ്ചിനും. ഇനി നമ്മൾ ആ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനെ വീണ്ടും രണ്ടായിട്ട് അങ്ങ് തരം തിരിക്കാനായിട്ട് പോവാണ്. ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം ചെയ്തത് എഞ്ചിൻ ഉണ്ടായിരുന്നു, എഞ്ചിനെ നമ്മൾ എക്സ്റ്റേണൽ കമ്പഷൻ എന്നും വിളിച്ചു, ഇന്റേണൽ കമ്പഷൻ എന്നും വിളിച്ചു. പക്ഷെ നമുക്കിപ്പോ സിലബസിൽ വേണ്ട ഏതാണ്, IC എഞ്ചിനാണ് വേണ്ടത്. ഇനി അടുത്ത IC എഞ്ചിനെ നമുക്ക് രണ്ടായിട്ട് വീണ്ടും തരം തിരിക്കാനായിട്ട് പറ്റും. ഏറ്റവും സിമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും കൊച്ചു കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര തരത്തിലുള്ള എഞ്ചിൻ ഉണ്ട് അല്ലെ എത്ര തരത്തിലുള്ള കാർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തായിരിക്കും പറയുന്നത്, ഒരെണ്ണം പെട്രോളിന്റെ ഉണ്ട്, മറ്റേത് എന്തുണ്ട്, ഡീസലിന്റെ ഉണ്ട്. സോ അതുപോലെ തന്നെ നമ്മളുടെ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനെ നമുക്ക് രണ്ടായിട്ട് തരം തിരിക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് SI എഞ്ചിൻ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻ. അപ്പൊ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് SI എഞ്ചിൻ അല്ലെങ്കിൽ എന്താണ്, പെട്രോൾ എഞ്ചിൻ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് CI എഞ്ചിൻ അല്ലെങ്കിൽ എന്തായിരിക്കും, അത് പെട്രോൾ ആയിരുന്നു, SI നമ്മുടെ പെട്രോൾ വന്നു. സോ CI എഞ്ചിൻ എന്തായിരിക്കും വരുന്നത്, നമ്മളുടെ ഡീസൽ എഞ്ചിൻ ആയിരിക്കും വരുന്നത്. സോ IC എഞ്ചിനെ നമ്മൾ രണ്ടായിട്ട് തരം തിരിക്കാൻ പോകുന്നു. അതിൽ ഫസ്റ്റ് വൺ ആണ് SI എഞ്ചിൻ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻ. അതുപോലെ തന്നെ SI എന്ന് പറയുമ്പോൾ സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ എന്നാണ് വിളിക്കുന്നത്, സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എഞ്ചിൻ ആയിട്ടുള്ള പെട്രോൾ എഞ്ചിന് 3 പേര്, ഒന്നെങ്കിൽ നമ്മൾ പെട്രോൾ എഞ്ചിൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കും, SI എഞ്ചിൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കും, സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ എന്ന് വിളിക്കും. ചോദിക്കാം, പെട്രോൾ എഞ്ചിന്റെ അതർ നെയിം എന്താണ്? എന്താണ് പെട്രോൾ എഞ്ചിന്റെ അതർ നെയിം? SI എഞ്ചിൻ ആണ്, ഓർത്ത് വെച്ചോണം. ഇനി അടുത്ത രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, നമ്മുടെ ആ ഇന്റേണൽ കമ്പഷൻ എഞ്ചിന്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് CI എഞ്ചിൻ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ അല്ലെങ്കിൽ എന്താണ്, കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ. അവിടെയും ചോദിക്കാം, എന്താണ് ഡീസൽ എഞ്ചിന്റെ അതർ നെയിം? എന്തായിരിക്കും ഡീസൽ എഞ്ചിന്റെ അതർ നെയിം എന്ന് പറയുന്നത്? CI എഞ്ചിൻ, കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ ആണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ഡീസൽ എഞ്ചിന്റെ അതർ നെയിം എന്ന് പറയുന്നത്. ഇനി ഞാൻ ഒരു പാരാമീറ്റർ ഇവിടെ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണേ, ഒരു പാരാമീറ്റർ വേണ്ടേ. ആ പാരാമീറ്ററിനെ നമ്മൾ വിളിക്കുന്നത് കംപ്രഷൻ റേഷ്യോ എന്നാണ് വിളിക്കുന്നത്. കംപ്രഷൻ റേഷ്യോ നോക്കണേ, ഇതെന്റെ ഒരു സിലിണ്ടർ, ഇതെന്റെ ഒരു എഞ്ചിൻ സിലിണ്ടർ ആണ്. ഇപ്പൊ എഞ്ചിൻ സിലിണ്ടറിനകത്ത് ഏറ്റവും ആദ്യം നടക്കാൻ പോകുന്നത് സക്ഷൻ എന്നൊരു സ്ട്രോക്ക് ആണ് അവിടെ നടക്കാൻ പോകുന്നത്. സക്ഷൻ നടക്കും. സക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, സക്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, വലിച്ചു കയറ്റുകയാണ്, അകത്തോട്ട് അങ്ങ് വലിച്ചു കയറ്റുന്നതിനാണ് അതെന്ന് പറയുന്നത് സക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സിലിണ്ടറിന് അകത്തോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വലിച്ചങ്ങ് കയറ്റും, അതാണ് അതെന്ന് പറയുന്നത് സക്ഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത്, ആണല്ലോ. നോക്കിയേ, അപ്പൊ സക്ഷൻ നടന്നപ്പം നമ്മുടെ സിലിണ്ടർ എന്തായി, ഫില്ലായി അല്ലെ, സിലിണ്ടർ എന്തായി, ഫില്ലായി. ഈ സിലിണ്ടറിന്റെ വോളിയത്തിനെയാണ് നമ്മൾ ടോട്ടൽ വോളിയം എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തോ ഉണ്ടായിരുന്നു, ഒരു വോളിയം ഉണ്ടായിരുന്നു. ഇനി ഞാനിപ്പോ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേന് ഈ സാധനത്തിന് എന്ത് ചെയ്യാൻ പോവാ, അങ്ങ് എടുത്ത് കളയാൻ പോവാ. അപ്പൊ നമ്മൾ അകത്ത് കയറ്റിയ സാധനത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു, അങ്ങ് തിരിച്ച് പുറത്തോട്ട് തള്ളുവാണ്. അപ്പൊ പുറത്തോട്ട് തള്ളാനായിട്ട് ഞാൻ ഈ പിസ്റ്റണിനെ എന്ത് ചെയ്യുന്നു, മുകളിലോട്ട് മൂവ് ചെയ്യുന്നു. അങ്ങനെ പിസ്റ്റൺ മുകളിലോട്ട് മൂവ് ചെയ്തു. പിസ്റ്റണിന് പോകാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്, ആ ഒരു ലിമിറ്റ് വരെ പിസ്റ്റൺ ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിനകത്ത് വീണ്ടും ഒരു വോളിയം അവശേഷിക്കുന്നുണ്ട്. ആ ഒരു വോളിയത്തിനെ ഞാൻ V2 എന്ന് വിളിച്ചു. അങ്ങനാണെങ്കിൽ എന്റെ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് ആദ്യത്തെ വോളിയം, ആ ടോട്ടൽ വോളിയം ഡിവൈഡ് ബൈ എന്താണ്, രണ്ടാമത്തെ വോളിയം. ഈ രണ്ടാമത്തെ വോളിയത്തിനെ നമ്മൾ വിളിക്കുന്നത് ക്ലിയറൻസ് വോളിയം എന്ന് വിളിക്കാം. ഒന്നുകൂടെ പറയാം, നോക്കിയേ. അപ്പൊ ഇതാണ് നമ്മുടെ പിസ്റ്റൺ. നോക്കണേ,
ഈ പിസ്റ്റൺ എന്ന് പറയുന്നത് ഇങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത് പിസ്റ്റൺ എന്ന് പറയുന്നത്. അത് നമ്മുടെ സിലിണ്ടർ എടുത്താൽ സിലിണ്ടർ എടുത്തു കഴിഞ്ഞാൽ സിലിണ്ടറിനകത്ത് ഇത് എന്ത് ചെയ്യുന്നുണ്ട് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ട്. മുകളിൽ നിന്നും താഴോട്ട് വരും, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് താഴെ നിന്നും മുകളിലോട്ടും പോകുന്നുണ്ട്. അതാണ് എന്ത് ചെയ്യുന്നത് അവിടെ പിസ്റ്റൺ ചെയ്യുന്നത്. നോക്കണേ ഇതേണ്ടേ. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഇപ്പം പിസ്റ്റൺ സംഭവിക്കുന്നത് സക്ഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു വോളിയം ഉണ്ടായിരുന്നു. ഓക്കെ ആണോ? ആ വോളിയം ആണ് ടോട്ടൽ വോളിയം. ഇപ്പൊ പിസ്റ്റൺ മുകളിൽ ചെന്ന് ആ സമയത്ത് ഒരു വോളിയം ഉണ്ടായിരുന്നു. ആ വോളിയം ആണ് എന്ത് ക്ലിയറൻസ് വോളിയം. ഒന്നുകൂടെ പറയാം, നോക്കിക്കോണേ. ഇപ്പം പിസ്റ്റൺ താഴോട്ട് വരും. പിസ്റ്റൺ എന്ത് ചെയ്യുന്നുണ്ട് താഴോട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് പിസ്റ്റണിനകത്ത് ഒരു വോളിയം ഉണ്ട്. ആ വോളിയം ആണ് എന്തെന്ന് പറയുന്നത് ടോട്ടൽ വോളിയം. ഇനി പിസ്റ്റൺ മുകളിൽ ചെന്നപ്പോൾ പിസ്റ്റന്റെ മുകളിലായിട്ട് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് വോളിയം ഇല്ലായിരുന്നോ? ആ വോളിയത്തിനെയാണ് നമ്മൾ ക്ലിയറൻസ് വോളിയം എന്ന് വിളിക്കുന്നത്. ഈ ഫിഗർ നോക്കിയേ. ഈ ഫിഗർ നോക്കുവാണെങ്കിൽ ഇതാണ് സക്ഷൻ. ഈ വോളിയത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ആ ടോട്ടൽ വോളിയം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ടോട്ടൽ വോളിയം. ഇനി പിസ്റ്റൺ വീണ്ടും മുകളിൽ ചെന്ന്, അപ്പൊ മുകളിൽ ചെന്നപ്പോഴും അകത്ത് കുറച്ച് വോളിയം ഇല്ലേ? ആ വോളിയത്തിനെയാണ് നമ്മൾ ക്ലിയറൻസ് വോളിയം എന്ന് വിളിക്കുന്നത്. ആ റേഷ്യോ നമ്മുടെ ആ ടോട്ടൽ വോളിയം ടു ക്ലിയറൻസ് വോളിയം, ആ റേഷ്യോയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് കംപ്രഷൻ റേഷ്യോ എന്ന് വിളിക്കുന്നത്. കംപ്രസ് ചെയ്യാനായിട്ടുള്ള റേഷ്യോ, കംപ്രഷൻ റേഷ്യോ. അപ്പൊ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആ ടോട്ടൽ വോളിയം ടു എന്താണ് ക്ലിയറൻസ് വോളിയം. അതാണ് എന്ന് പറയുന്നത് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഒരു ടേം കൂടെ ഞാൻ പറയാം. ആ ടേം ആണ് BDC TDC. BDC TDC. അപ്പൊ എന്താണ് BDC, എന്താണ് TDC? BDC എന്ന് പറയുമ്പോൾ ബോട്ടം ഡെഡ് സെന്ററിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് BDC എന്ന് വിളിക്കുന്നത്. BDC ഉണ്ട്, അതുപോലെ നമുക്ക് എന്തുണ്ട് TDC ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ബോട്ടം ഡെഡ് സെന്റർ ആയിരുന്നു, മറ്റേന്ന് പറയുന്നത് എന്തായിരുന്നു ടോപ്പ് ഡെഡ് സെന്റർ ആയിരുന്നു. ഓർക്കണം, ഒന്നെന്താണ് ബോട്ടം ഡെഡ് സെന്റർ, അടുത്ത എന്താണ് ടോപ്പ് ഡെഡ് സെന്റർ ആണ് നമുക്ക് വരുന്നത്. നോക്കിയേ. അപ്പൊ നമ്മളുടെ സിലിണ്ടർ ഇതാണ് നമ്മുടെ സിലിണ്ടർ. ഈ സിലിണ്ടറിൽ പിസ്റ്റൺ ഏറ്റവും താഴെ ചെല്ലുമ്പോൾ, ആ ഒരു പൊസിഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് BDC എന്ന് വിളിക്കുന്നത്. പിസ്റ്റന്റെ ഏറ്റവും താഴെയുള്ള പൊസിഷനെയാണ് എന്തെന്ന് വിളിക്കുന്നത് BDC എന്ന് വിളിക്കുന്നത്. ഇനി പിസ്റ്റൺ മുകളിലോട്ട് ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ആ മുകളിലത്തെ പിസ്റ്റന്റെ ആ പൊസിഷനെ ആയിരിക്കും നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് TDC എന്ന് വിളിക്കുന്നത്. അപ്പൊ രണ്ട് ടേം ആണ് നമ്മൾ പറഞ്ഞത്. ഒന്നെന്തായിരുന്നു BDC, നമ്മുടെ പിസ്റ്റൺ താഴോട്ട് വരുമ്പം പിസ്റ്റണിന് വരാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ലിമിറ്റ്, പിസ്റ്റണിന് താഴെ വരാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ലിമിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് BDC എന്ന് വിളിക്കുന്നത്. അപ്പൊ പിസ്റ്റണിന് വരാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ലിമിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഇതാണ് നമ്മുടെ പിസ്റ്റണിന് വരാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ലിമിറ്റ്. സോ ഈ ലിമിറ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഈ ലിമിറ്റിനെ നമ്മൾ വിളിക്കുന്നത് BDC എന്നാണ് വിളിക്കുന്നത്. ആ BDCയുടെ വേറെ ഒരു പേരാണ് ബോട്ടം ഡെഡ് സെന്റർ. ഇനി അടുത്തത് നമ്മളുടെ പിസ്റ്റണ് മുകളിലോട്ട് പോകാനായിട്ട് പറ്റും. നമ്മളുടെ പിസ്റ്റണ് മുകളിൽ വരാൻ പറ്റുന്ന മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മളുടെ പിസ്റ്റണ് മുകളിലോട്ട് വരാൻ പറ്റുന്ന മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത്. ആ മാക്സിമം ലിമിറ്റിനെ നമ്മൾ വിളിക്കുന്നത് TDC എന്നാണ് വിളിക്കുന്നത്. TDC എന്ന് പറയുമ്പോൾ ടോപ്പ് ഡെഡ് സെന്റർ. അപ്പൊ പിസ്റ്റൺ ഏറ്റവും റീച്ച് ചെയ്യുന്ന ആ ബോട്ടം ലിമിറ്റിനെ നമ്മൾ BDC, ബോട്ടം ലിമിറ്റിനെ നമ്മൾ BDC ബോട്ടം ഡെഡ് സെന്റർ എന്ന് വിളിക്കും. പിസ്റ്റൺ റീച്ച് ചെയ്യുന്ന ആ അപ്പർ ലിമിറ്റിനെ നമ്മൾ TDC അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കും ടോപ്പ് ഡെഡ് സെന്റർ എന്ന് വിളിക്കും. ഓക്കെ ആണോ? നോക്കി, ആ BDCയുടെയും TDCയുടെയും ഇടയിലുള്ള ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. ആ പിസ്റ്റൺ BDC മുതൽ TDC വരെ എത്ര ട്രാവൽ ചെയ്തു ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് നമ്മൾ പറഞ്ഞത് കംപ്രഷൻ റേഷ്യോ ആയിരുന്നു. കംപ്രഷൻ റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താ? കംപ്രഷൻ റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മളുടെ പിസ്റ്റൺ BDCയിലാണ്. ഇപ്പൊ നമ്മുടെ പിസ്റ്റൺ എന്താണ് BDCയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ BDC പൊസിഷനിൽ നമ്മുടെ പിസ്റ്റണിനകത്ത് കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഗ്യാസസ് ഒക്കുപ്പൈ ചെയ്തില്ലേ. അപ്പൊ ഈ ഒരു വോളിയം ഉണ്ട്. ഈ വോളിയത്തിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു ടോട്ടൽ വോളിയം എന്ന് വിളിച്ചു. ഇനി നമ്മുടെ പിസ്റ്റൺ തിരിച്ചെന്ത് ചെയ്തു TDCയിൽ പോയി. അപ്പൊ TDCയിൽ പോയപ്പോഴും ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് ഗ്യാസസ് ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട്. സോ ഈ വോളിയത്തിനെ ഞാൻ എന്തെന്ന് വിളിച്ചു ക്ലിയറൻസ് വോളിയം എന്ന് വിളിച്ചു. സോ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുമ്പോൾ ആ ഒരു റേഷ്യോ ആണ്. എന്തിന്റെ റേഷ്യോ? ആ ടോട്ടൽ വോളിയം ടു ക്ലിയറൻസ് വോളിയം. ആ ഒരു റേഷ്യോ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് കംപ്രഷൻ റേഷ്യോ എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടെ പറയാം, കംപ്രഷൻ റേഷ്യോ എന്ന് പറയുമ്പോൾ പിസ്റ്റൺ BDCയിലായിരിക്കുമ്പം
പിസ്റ്റണിലുള്ള വോളിയത്തിനെയാണ് നമ്മൾ ടോട്ടൽ വോളിയം എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത പിസ്റ്റൺ TDCയിലായിരിക്കുമ്പം ആ സമയത്തുള്ള വോളിയത്തിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ക്ലിയറൻസ് വോളിയം എന്ന് വിളിക്കുന്നത്. ഈ ഒരു റേഷ്യോ ടോട്ടൽ വോളിയം ടു എന്താണ്? ക്ലിയറൻസ് വോളിയം. ആ ഒരു റേഷ്യോ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കംപ്രഷൻ റേഷ്യോ എന്ന് വിളിക്കുന്നത്. അത് നല്ല രീതിയിൽ പഠിച്ചു വെച്ചോണം. എന്താണ് കംപ്രഷൻ റേഷ്യോ? ചോദിക്കാം. കംപ്രഷൻ റേഷ്യോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ ടോട്ടൽ വോളിയം ടു എന്താണ്? ക്ലിയറൻസ് വോളിയം. ആ ഒരു റേഷ്യോ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കംപ്രഷൻ റേഷ്യോ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ടോട്ടൽ വോളിയം? ടോട്ടൽ വോളിയം എന്താണ്? ടോട്ടൽ വോളിയം എന്ന് പറയുമ്പോൾ നമ്മളുടെ പിസ്റ്റൺ BDC പൊസിഷനിലായിരിക്കുമ്പം സിലിണ്ടറിനകത്തുള്ള വോളിയം, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ടോട്ടൽ വോളിയം എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് ക്ലിയറൻസ് വോളിയം? ക്ലിയറൻസ് വോളിയം എന്ന് പറയുമ്പോൾ പിസ്റ്റൺ TDC പൊസിഷനിലാകുമ്പോൾ ആ സമയത്ത് സിലിണ്ടറിനകത്തുള്ള വോളിയത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്ലിയറൻസ് വോളിയം എന്ന് വിളിക്കുന്നത്. നോക്കി, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ IC എഞ്ചിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്. ഒന്ന് നമ്മുടെ പെട്രോൾ എഞ്ചിൻ ആയിട്ടുള്ള SI എഞ്ചിനും, രണ്ട് നമ്മുടെ ഡീസൽ എഞ്ചിൻ ആയിട്ടുള്ള CI എഞ്ചിനുമാണ് പറഞ്ഞിരിക്കുന്നത്. പെട്രോൾ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കംപ്രഷൻ റേഷ്യോ എന്തായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കുറവായിരിക്കും. പെട്രോൾ എഞ്ചിൻ എന്ന് പറയുമ്പോൾ കംപ്രഷൻ റേഷ്യോ എന്താണ്? കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ലോറിയിലൊക്കെ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഡീസൽ എഞ്ചിൻ യൂസ് ചെയ്യുന്നത്. കാരണം അവിടെ പവർ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ എടുക്കണ്ടേ. സോ അവിടെ എന്ന് പറയുമ്പോൾ കംപ്രഷൻ റേഷ്യോ കൂടിയ എഞ്ചിൻ, ആ കംപ്രഷൻ റേഷ്യോ കൂടിയ എഞ്ചിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഡീസൽ എഞ്ചിൻ ആണ്. ഓക്കെ ആണോ? സോ SI എഞ്ചിൻ എന്ന് പറയുമ്പോൾ കംപ്രഷൻ റേഷ്യോ കുറവാണ്. അടുത്ത CI എഞ്ചിൻ എന്ന് പറയുമ്പോൾ കംപ്രഷൻ റേഷ്യോ എന്താണ്? കൂടുതലാണ്. ഓക്കെ, ആ ഒരു നമ്പർ കൂടെ പഠിച്ചു ചെയ്യണം, ആ ഒരു റേഷ്യോയും കൂടെ പഠിച്ചു വെച്ചേക്കണം. നമ്മുടെ പെട്രോൾ എഞ്ചിന്റെ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് 10:1 ആയിരിക്കും. അതുപോലെ CI എഞ്ചിന്റെ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 24:1 ആണ്. പലർക്കും തിരിഞ്ഞു പോകുന്ന ഒരു സംഗതിയാണ് ഈ ഒരു റേഷ്യോ, തിരിഞ്ഞു പോകും. പിന്നെ ചിലർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പൊ 10:1 അല്ലേ, ചിലർ അതിനെ എന്തായിട്ട് എഴുതും? 1:10 എന്ന് എഴുതും. ഇത് ഓപ്ഷനിൽ കാണും. 1:10 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്ഷനിൽ വരും. അപ്പൊ അത് തെറ്റിക്കരുത്. കാരണം നമ്മളുടെ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം ടു എന്താണ്? ക്ലിയറൻസ് വോളിയം ആണ്. ഈ ടോട്ടൽ വോളിയം മാക്സിമം അല്ലേ? ടോട്ടൽ വോളിയം എന്ന് പറയുമ്പോൾ ഹൈ വോളിയം ആണ്, താഴെ ഇരിക്കുമ്പോഴുള്ള വോളിയം ആണ്. സോ ന്യൂമറേറ്റർ എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും. സോ ആ റേഷ്യോ തിരിഞ്ഞു പോകരുത്. 10 ആയിരിക്കും എന്ത് ചെയ്യേണ്ടത്? മുകളിൽ വരേണ്ടത്. 10:1. അപ്പൊ SI എഞ്ചിൻ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുമ്പോൾ കംപ്രഷൻ റേഷ്യോ 10:1 ആണ്. അടുത്ത CI എഞ്ചിൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ കംപ്രഷൻ റേഷ്യോ എന്തായിരിക്കും? 24:1 ആയിരിക്കും വരുന്നത്. ഇനി അടുത്തത് നമ്മുടെ പെട്രോൾ എഞ്ചിന്റെ വർക്കിംഗ് സൈക്കിൾ. ആ പെട്രോൾ എഞ്ചിന്റെ വർക്കിംഗ് സൈക്കിളിനെ വിളിക്കുന്ന പേരാണെന്ത്? ഓട്ടോ സൈക്കിൾ എന്ന് വിളിക്കും. ഓക്കെ, ഓട്ടോ സൈക്കിൾ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിന്റെ വർക്കിംഗ് സൈക്കിൾ, അതാണ് എന്ന് പറയുന്നത് ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡീസൽ എഞ്ചിന്റെ വർക്കിംഗ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ആ പേര് തന്നെയാണ്, ഡീസൽ സൈക്കിൾ എന്ന് തന്നെയാണ്. ചോദിക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ SI എഞ്ചിന്റെ വർക്കിംഗ് സൈക്കിൾ ഏതാണ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പൊ എന്ത് ചെയ്യണം? ഓട്ടോ സൈക്കിൾ ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ഓട്ടോ സൈക്കിളിനെ നമ്മൾ വേറെ ഒരു പേരൂടെ വിളിക്കുക. വേറെ ഒരു പേര്, ഓട്ടോ സൈക്കിളിനെ വിളിക്കുന്ന വേറെ പേരെന്ന് പറയുമ്പോഴത്തേക്കിന് കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്ന് നമ്മൾ വിളിക്കും. കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ. അടുത്തത് ഡീസൽ സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കിന് കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്നും വിളിക്കും. അത് എന്തുകൊണ്ടാണ് വിളിച്ചത്? നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പറയും. അപ്പൊ ഓട്ടോ സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെന്ന് വിളിക്കും? കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്ന് വിളിക്കും. അടുത്ത ഡീസൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെന്ന് വിളിക്കും? കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്ന് വിളിക്കും. ഇനി അടുത്തായിട്ട് വരുന്നത് SI എഞ്ചിനിൽ കാർബുറേറ്റർ കാണും, CI എഞ്ചിനിൽ എന്ത് കാണത്തില്ല? കാർബുറേറ്റർ കാണത്തില്ല. ക്വസ്റ്റ്യൻ ആണ്, ഇതിനകത്ത് ഏത് എഞ്ചിനിലാണ് കാർബുറേറ്റർ വരുന്നത്? ഏത് എഞ്ചിനിലാണ് കാർബുറേറ്റർ വരുന്നത്? പെട്രോൾ എഞ്ചിനിലാണ് കാർബുറേറ്റർ വരുന്നത്. നമ്മളിപ്പോ ബൈക്കിൽ, ഇപ്പം ബൈക്കിന്റെ ഒക്കെ അല്ലേ നമ്മളിപ്പോ ചിലപ്പോൾ കംപ്ലൈന്റ് വരുന്നത്, ബൈക്കിന്റെ കാർബുറേറ്ററിനകത്ത് എന്തെങ്കിലും കംപ്ലൈന്റ് ആണെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. സോ ബൈക്കിൽ വരുന്ന ഏത് എഞ്ചിനാണ്? പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. സോ പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ SI എഞ്ചിനിൽ എന്ത് വരുന്നുണ്ട്? കാർബുറേറ്റർ വരുന്നുണ്ട്. പക്ഷെ ഡീസൽ എഞ്ചിനിൽ എന്ത് വരുന്നില്ല? കാർബുറേറ്റർ വരുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എന്തിനാണ് കാർബുറേറ്റർ യൂസ് ചെയ്യുന്നത്? എന്തിനാണ് കാർബുറേറ്റർ യൂസ് ചെയ്യുന്നത്? കാർബുറേറ്റർ യൂസ് ചെയ്യുന്നത് എയറും പെട്രോളും കൂടെ മിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത്? കാർബുറേറ്റർ എന്ന് പറയുന്നത്. ഓർത്തിരിക്കണം, എയറും പെട്രോളും കൂടെ മിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത്? കാർബുറേറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് വരുന്നത് SI എഞ്ചിൻ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കാണത്തില്ല? സോറി, അവിടെ എന്ത് കാണും? സ്പാർക്ക് പ്ലഗ് കാണും. അതേ സമയത്ത്
ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ എന്ത് കാണത്തില്ല? സ്പാർക്ക് പ്ലഗ് കാണത്തില്ല. ചോദ്യമാണ്, ഏത് എഞ്ചിനിലാണ് സ്പാർക്ക് പ്ലഗ് പ്രസന്റ് ആയിട്ടുള്ളത്? ഏത് എഞ്ചിൻ ആയിരിക്കും? നമ്മൾ പറയത്തില്ലേ, നമ്മളിപ്പോ കാർബറേറ്ററിന്റെ കംപ്ലൈന്റ് പറഞ്ഞതിന്റെ കൂട്ട് തന്നെ നമ്മൾ മറ്റേ ടൂ വീലറിന്റെ കേസിലും പറയും, നമ്മളിപ്പോ ബൈക്കിന്റെ സ്പാർക്ക് അടിക്കുന്നില്ല, സ്പാർക്ക് എടുക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. സോ അതെന്ന് പറയുന്നത്, സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്നത് ഏത് എഞ്ചിനിലാണ് വരുന്നത്? പെട്രോൾ എഞ്ചിനിലാണ് സ്പാർക്ക് പ്ലഗ് വരുന്നത്. അതേസമയത്ത് ഡീസൽ എഞ്ചിനിൽ സ്പാർക്ക് പ്ലഗ് ഉണ്ടോ? ഡീസൽ എഞ്ചിനിൽ സ്പാർക്ക് പ്ലഗ് ഇല്ല. അവിടെ എന്താ വന്നിരിക്കുന്നത്? അവിടെ വരുന്നത് ഫ്യൂവൽ ഇഞ്ചക്ടർ എന്നൊരു സംഗതിയാണ് എന്ത് വരുന്നത്? ഡീസൽ എഞ്ചിനിൽ വരുന്നത്. തിരിഞ്ഞു പോകരുത്. പെട്രോൾ എഞ്ചിനിൽ സ്പാർക്ക് ഉണ്ട്, സ്പാർക്ക് പ്ലഗ് ഉണ്ട്. അടുത്ത ഡീസൽ എഞ്ചിനിൽ എന്താ വരുന്നത്? ഫ്യൂവൽ ഇഞ്ചക്ടർ ആണ് വരുന്നത്. ഇനി അടുത്ത് ഈ സാധനം എല്ലാം നമ്മൾ കത്തിച്ച്, പെട്രോൾ ആയിക്കോട്ടെ ഡീസൽ ആയിക്കോട്ടെ, ഈ സാധനം എല്ലാം നമ്മൾ എഞ്ചിനിലിട്ട് കത്തിച്ച്. ഇനി ഈ സാധനത്തിന് നമ്മൾ പുറം തള്ളത്തില്, നമ്മളിപ്പോ സൈലൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പുറം തള്ളത്തില്. ഈ പുറം തള്ളുമ്പം പെട്രോൾ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാർബൺ മോണോക്സൈഡ് വരും. കാർബൺ മോണോക്സൈഡ്, ഈ കാർബൺ മോണോക്സൈഡ് ആണ് അവിടെ പുറത്തൂടെ വരുന്നത്. ഈ കാർബൺ മോണോക്സൈഡ് ആയതുകൊണ്ടാണ് നമ്മൾ പെട്രോൾ എഞ്ചിനകത്തുനിന്ന് വെള്ളപ്പുക വരുന്നത്, വെള്ളപ്പുക. അതേസമയത്ത് കംപ്രഷൻ ഇഗ്നിഷൻ ആകുമ്പോൾ അവിടെ കാർബൺ മോണോക്സൈഡ് അല്ല, അവിടെ വരുന്നത് എന്താ? കാർബൺ ഡയോക്സൈഡ്, CO2 ആണ് വരുന്നത്. സോ CO2 ആയതുകൊണ്ട് അവിടെ എന്ത് പുകയാണ് വരുന്നത്? കറുത്ത പുകയാണ് വരുന്നത്. നമ്മുടെ ഈ KSRTC ബസ്സിനൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് പുകയാണ് വരുന്നത്? വെള്ളപ്പുകയാണോ വരുന്നത്? അല്ല, കറുത്ത പുകയാണ് വരുന്നത്. കാരണം അതിനകത്ത് എന്ത് ഒഴിക്കുന്നത്? അതിനകത്ത് ഒഴിക്കുന്നത് ഡീസൽ ആണ് ഒഴിക്കുന്നത്. സോ ഡീസൽ ഒഴിക്കുമ്പോൾ പുറത്തോട്ട് വരുന്നത് എന്തായിരിക്കും? എമിഷൻ ആയിട്ട് CO2 ആയിരിക്കും വരുന്നത്. അതേസമയത്ത് പെട്രോൾ ഒഴിക്കുമ്പം നമ്മുടെ വണ്ടിയിൽ, നമ്മുടെ ടൂ വീലറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളപ്പുകയാണ് വരുന്നത്. എന്തുകൊണ്ടാ? കാരണം അവിടെ കാർബൺ മോണോക്സൈഡ് ആണ് പുറത്തോട്ട് വരുന്നത്. സോ നമ്മളിപ്പോ പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മളുടെ രണ്ട് എഞ്ചിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് എക്സ്റ്റേണൽ കമ്പഷൻ, രണ്ട് ഇന്റേണൽ കമ്പഷൻ. അടുത്ത ഇന്റേണൽ കമ്പഷൻ നമുക്ക് രണ്ടായിട്ട് തരം തിരിക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്തായിരുന്നു? SI എഞ്ചിൻ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻ. രണ്ടാമത്തെ എന്തായിരുന്നു? CI എഞ്ചിൻ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ. അപ്പൊ നമ്മൾ കംപ്രഷൻ റേഷ്യോ എവിടെ ആയിരിക്കും കൂടുതൽ? ഡീസൽ എഞ്ചിനിലായിരിക്കും കംപ്രഷൻ റേഷ്യോ കൂടുതൽ. ഇനി അടുത്ത വർക്കിംഗ് സൈക്കിൾ ഏതൊക്കെയായിരുന്നു? നമ്മുടെ പെട്രോൾ എഞ്ചിന്റെ വർക്കിംഗ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഓട്ടോ സൈക്കിള്, കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിന്റെ വർക്കിംഗ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഡീസൽ സൈക്കിള്. ഓട്ടോ സൈക്കിളിനെ നമ്മൾ കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്നും വിളിക്കും. അടുത്ത ഡീസൽ സൈക്കിളിനെ നമ്മൾ കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്നും വിളിക്കും. ഇനി അടുത്ത SI എഞ്ചിൻ ആകുമ്പോഴത്തേക്കും അവിടെ കാർബറേറ്റർ ഉണ്ടായിരുന്നു. CI എഞ്ചിനിൽ കാർബറേറ്റർ ഉണ്ടോ? ഇല്ല. കാർബറേറ്റർ എന്തിനു വേണ്ടിയായിരുന്നു യൂസ് ചെയ്യുന്നത്? എയറും ഫ്യൂലും കൂടെ മിക്സ് ചെയ്യാനായിട്ടായിരുന്നു നമ്മൾ കാർബറേറ്റർ യൂസ് ചെയ്യുന്നത്. അതായത് എയറും പെട്രോളും കൂടെ മിക്സ് ചെയ്യാനായിട്ടാണ് കാർബറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് SI എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കാണും? അതായത് പെട്രോൾ എഞ്ചിനിൽ സ്പാർക്ക് പ്ലഗ് ഉണ്ട്. അടുത്ത CI എഞ്ചിനിൽ സ്പാർക്ക് പ്ലഗ് ആണോ? അല്ല, അവിടെ സ്പാർക്ക് പ്ലഗ് അല്ല വരുന്നത്. അവിടെ അതിന് മറിച്ച് എന്താ, എന്ത് സംഗതിയാണ് വരുന്നത്? ഫ്യൂവൽ ഇഞ്ചക്ടർ എന്നൊരു സംഗതിയാണ് വരുന്നത്. ഇനി അടുത്ത SI എഞ്ചിനിൽ നിന്ന് വരുന്ന എമിഷൻ എന്തിനായിരിക്കും? കാർബൺ മോണോക്സൈഡ് ആയിരിക്കും. CI എഞ്ചിനിൽ നിന്ന് വരുന്ന എമിഷൻ എന്തായിരിക്കും? കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും. ഇനി അടുത്ത എന്തായാലും നമ്മുടെ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുമ്പോൾ ആ ടോട്ടൽ വോളിയം ടു ക്ലിയറൻസ് വോളിയം, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? കംപ്രഷൻ റേഷ്യോ എന്ന് വിളിച്ചത്. ഇനി എന്തായിരുന്നു BDC എന്ന് പറയുമ്പോൾ? നമ്മളുടെ പിസ്റ്റൺ ഏറ്റവും താഴത്തെ ലിമിറ്റിൽ വരുമ്പം നമ്മളുടെ പിസ്റ്റന്റെ ആ ലോവസ്റ്റ് പൊസിഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? BDC അല്ലെങ്കിൽ ബോട്ടം ഡെഡ് സെന്റർ എന്ന് വിളിക്കുന്നത്. ഇനി പിസ്റ്റന്റെ ആ ടോപ്പ് പൊസിഷൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? TDC അല്ലെങ്കിൽ ടോപ്പ് ഡെഡ് സെന്റർ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, എന്തായിരുന്നു? നമ്മുടെ സ്ട്രോക്ക്. എന്തായിരുന്നു സ്ട്രോക്ക് എന്ന് പറയുമ്പം? ആ BDC മുതൽ TDC വരെയുള്ള ദൂരം. നമ്മളുടെ പിസ്റ്റൺ BDCയിൽ നിന്ന് TDCയിലോട്ട് പോവുകയും TDCയിൽ നിന്ന് BDCയിലോട്ട് വരികയും ചെയ്യും. സോ പിസ്റ്റൺ ട്രാവൽ ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. മറക്കരുത്. അപ്പൊ പിസ്റ്റൺ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പിസ്റ്റൺ BDCയിൽ നിന്ന് TDC വരെ പോകുന്ന ദൂരം, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. ഇനി ഒരു സംഗതിയും കൂടെ ഉണ്ട്, അതിനെയാണ് നമ്മൾ ബോർ എന്ന് വിളിക്കുന്നത്. ബോർ. നമ്മളിപ്പം മറ്റേ ഈ ചിലരൊക്കെ ചേട്ടന്മാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടായിരിക്കാം. അതായത് നമ്മുടെ ഇപ്പം എന്താ എഞ്ചിന്റെ സിലിണ്ടർ എന്ത് ചെയ്യണം? ഒന്ന് ബോർ ചെയ്യണം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ബോറിന്റെ സൈസ് കൂട്ടണം എന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ ബോർ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ആ സിലിണ്ടറിന്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബോർ എന്ന് വിളിക്കുന്നത്. മറക്കല്ല്, നമ്മുടെ എഞ്ചിൻ സിലിണ്ടറിന്റെ ആ ഡയമീറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബോർ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഓക്കെ ആണോ? എന്തെങ്കിലും സജഷൻസ്, എന്തെങ്കിലും മാറ്റങ്ങൾ ഇപ്പം വരുത്തണോ? എന്തെങ്കിലും സ്പീഡിന്റെ കാര്യം എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കണടാ, നോക്കി. അപ്പൊ നമ്മളിപ്പം രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. അതായത് നമുക്കിപ്പോ ഒരു IC എഞ്ചിൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഒന്നെങ്കിൽ പെട്രോളിലോടും അല്ലെങ്കിൽ എന്ത് ചെയ്യും?
ഡീസൽ ലോഡ് ആണല്ലോ. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ വരുവാണ് സെയിം പോലെ തന്നെ, അതായത് പെട്രോൾ ആയിക്കോട്ടെ ഡീസൽ ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ ആദ്യം ഐ സി എഞ്ചിനെ നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തു? ഐ സി എഞ്ചിനെ നമ്മൾ ഒരു പെട്രോൾ ഒഴിച്ച് ഓടിക്കാം അല്ലെങ്കിൽ ഡീസൽ ഒഴിച്ച് ഓടിക്കാം. പെട്രോൾ എഞ്ചിനും ക്ലാസിഫൈ ചെയ്തു, ഡീസൽ എഞ്ചിനും ക്ലാസിഫൈ ചെയ്തു ആണല്ലോ. ഇനി അടുത്തത് ഞാനൊരു പെട്രോൾ എഞ്ചിനാണ് എടുക്കുന്നത്. ഈ പെട്രോൾ എഞ്ചിനെ എനിക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ശ്രദ്ധിക്കണം, ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ആണല്ലോ. ഈ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത്, എങ്ങനെ? ഒന്ന് പെട്രോളിൽ ഓടുന്നത്, ഒന്നെന്താണ് ഡീസലിൽ ഓടുന്നത്. ഇനി പെട്രോൾ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്രോളിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, ഒന്നെങ്കിൽ 2 സ്ട്രോക്ക് അല്ലെങ്കിൽ 4 സ്ട്രോക്ക്. ഇനി ഡീസൽ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും ഡീസലിനെ എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം? രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഡീസലിനെ നമ്മൾ 2 സ്ട്രോക്ക് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 4 സ്ട്രോക്ക് എന്ന് വിളിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പെട്രോൾ എഞ്ചിൻ ആണെങ്കിലും ഡീസൽ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിലും അവിടെ നമുക്ക് എത്ര സ്പ്ലിറ്റ് വരുന്നുണ്ട്? ഇനിയും 2 സ്പ്ലിറ്റ് വരുന്നുണ്ട്. ഒന്ന് 2 സ്ട്രോക്ക്, അടുത്ത എന്താണ്? 4 സ്ട്രോക്ക്. അപ്പൊ എന്താണ് 2 സ്ട്രോക്ക് എഞ്ചിൻ, എന്താണ് 4 സ്ട്രോക്ക് എഞ്ചിൻ? ആ ഒരു അനിമേഷൻ ഒന്ന് ശ്രദ്ധിക്കണേ. നോക്കിയേ, എങ്ങനെയാണ് നമ്മുടെ ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് എന്നൊരു കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ എഞ്ചിനിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ സിലിണ്ടർ എന്ന് പറയുന്നത്, എഞ്ചിന്റെ പാർട്സ്. ഒന്ന് നോക്കണേ. ഇപ്പൊ എഞ്ചിന്റെ പാർട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഇതായിരിക്കും നമ്മുടെ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് അല്ലെ. ഇതാണ് നമ്മളിപ്പോ ഒരു കാറൊക്കെ തുറന്ന് നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ എന്തിരിക്കുന്നത്, ഒരു എഞ്ചിൻ ഇരിക്കുന്നത്. അപ്പൊ ഈ എഞ്ചിന്റെ മുകളിലത്തെ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്നത് എഞ്ചിന്റെ തലയെന്ന് വിളിക്കും, എഞ്ചിന്റെ ഹെഡ് എന്ന് വിളിക്കും, മുകളിലത്തെ പോർഷനെ. ഇനി അടുത്ത പോർഷനെ നമ്മൾ വിളിക്കുന്നത് എഞ്ചിന്റെ ബ്ലോക്ക് എന്ന് വിളിക്കും. ഒന്നെങ്കിൽ എഞ്ചിന്റെ ബ്ലോക്ക് എന്ന് വിളിക്കും, അല്ലെങ്കിൽ സിലിണ്ടറിന്റെ ബ്ലോക്ക് എന്ന് വിളിക്കും. ഇനി താഴത്തെ സാധനത്തിനെ നമ്മൾ വിളിക്കുന്നത് ഓയിൽ സമ്പ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നമുക്കൊരു എഞ്ചിൻ കിട്ടിക്കഴിഞ്ഞാൽ മുകളിലത്തെ പോർഷൻ എഞ്ചിൻ ഹെഡായി, രണ്ടാമത്തെ നടുവിലത്തെ പോർഷൻ സിലിണ്ടർ ബ്ലോക്ക് അല്ലെങ്കിൽ എഞ്ചിൻ ബ്ലോക്ക് ആയി. ഇനി ഏറ്റവും താഴെയുള്ള പോർഷൻ അവിടെ എന്താണ് വന്നിരിക്കുന്നത്? ഓയിൽ സമ്പാണ് വന്നിരിക്കുന്നത്. നോക്കണേ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞായിരുന്നു നമ്മളുടെ ഇപ്പം അപ്പൊ ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്കിന് ഞാനൊരു 4 സ്ട്രോക്ക് എഞ്ചിന്റെ കേസാണ് ആദ്യം പറയാനായിട്ട് പോകുന്നത്. ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ ഇതാണ് ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത്, 4 സ്ട്രോക്ക് എഞ്ചിൻ. അപ്പൊ 4 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുമ്പോൾ അവിടെ എത്ര സ്ട്രോക്ക് വന്നിട്ടുണ്ട്? 4 സ്ട്രോക്ക് വന്നിട്ടുണ്ട്, 4 സ്ട്രോക്ക്. ഇനി ആ സ്ട്രോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് ആ 4 സ്ട്രോക്കുകൾ? ഇതാണ് 4 സ്ട്രോക്ക്. അതിൽ ഫസ്റ്റ് സ്ട്രോക്ക് എന്താണ്? ആദ്യത്തെ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇൻടേക്ക് സ്ട്രോക്ക് അല്ലെങ്കിൽ നമ്മൾ സക്ഷൻ സ്ട്രോക്ക് എന്ന് വിളിക്കും. അപ്പൊ ഫസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇൻടേക്ക് അല്ലെങ്കിൽ സക്ഷൻ. ഓർത്ത് വെച്ചോണം, ഫസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇൻടേക്ക് അല്ലെങ്കിൽ സക്ഷൻ ആണെന്ന് പറയുന്നത് ആ ഫസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ സ്ട്രോക്ക് എന്ന് പറയുന്നത് കംപ്രഷൻ സ്ട്രോക്ക്. അപ്പൊ ഫസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത് സക്ഷൻ സ്ട്രോക്ക് ആയി, രണ്ടാമത്തെ സ്ട്രോക്ക് എന്ന് പറയുന്നത് കംപ്രഷൻ സ്ട്രോക്ക് ആയി. ഇനി അടുത്ത മൂന്നാമത്തെ സ്ട്രോക്ക് എന്ന് പറയുന്നത് കമ്പഷൻ സ്ട്രോക്ക് അല്ലെങ്കിൽ പവർ സ്ട്രോക്ക്. ചോദിക്കാം, കമ്പഷൻ സ്ട്രോക്കിന്റെ വേറെ ഒരു പേരെന്താണ്? പവർ സ്ട്രോക്ക്. അപ്പോ സക്ഷൻ ആയി, കംപ്രഷൻ ആയി, സക്ഷൻ അല്ലെങ്കിൽ ഇൻടേക്ക് സ്ട്രോക്ക് ആയി, അടുത്ത രണ്ടാമത്തത് കംപ്രഷൻ സ്ട്രോക്ക് ആയി, മൂന്നാമത്തത് കമ്പഷൻ അല്ലെങ്കിൽ പവർ സ്ട്രോക്ക് ആയി. ഇനി അടുത്ത നാലാമത്തെ സ്ട്രോക്ക് ആണ് എന്തെന്ന് പറയുന്നത്? എക്സോസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ എത്ര സ്ട്രോക്ക് വരുന്നുണ്ട് നമ്മുടെ എഞ്ചിനില്? 4 സ്ട്രോക്ക് ആണ് വരുന്നത്. ഇനി ഓരോ സ്ട്രോക്കും നമുക്ക് നോക്കാം. സോറി, ഇതാണ് ഫസ്റ്റ് സ്ട്രോക്ക്. അപ്പൊ ഫസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത് സക്ഷൻ ആണ്. സക്ഷൻ. ക്വസ്റ്റ്യൻ, സക്ഷൻ സ്ട്രോക്കിന്റെ സ്റ്റാർട്ടിങ്ങില് പിസ്റ്റന്റെ പൊസിഷൻ എവിടെ ആയിരിക്കും? ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സക്ഷൻ സ്ട്രോക്കിന്റെ സ്റ്റാർട്ടിങ്ങില് പിസ്റ്റന്റെ പൊസിഷൻ എവിടെ ആയിരിക്കും? ഇപ്പൊ എവിടാ നമ്മുടെ പിസ്റ്റൺ ഇരിക്കുന്നത്? പിസ്റ്റൺ എത്താൻ പറ്റുന്നതിന്റെ മാക്സിമം മുകളിലാണ് ഇരിക്കുന്നത്. പിസ്റ്റൺ എത്താൻ പറ്റുന്നതിന്റെ ആ അപ്പർ ലിമിറ്റിലാണ് ഇപ്പൊ സക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പിസ്റ്റൺ ഇരിക്കുന്നത്. ആ അപ്പർ ലിമിറ്റിനെ നമ്മൾ എന്തെന്നായിരുന്നു വിളിക്കുന്നത്? BDC എന്നായിരുന്നു വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ പിസ്റ്റണിന് റീച്ച് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമത്തിലാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്? പിസ്റ്റൺ ഇരിക്കുന്നത്. ഈ ഒരു പൊസിഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? BDC എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ആ സാധനം അങ്ങോട്ട് തുടങ്ങാൻ പോവാണേ. അപ്പൊ ഫസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? സക്ഷൻ സ്ട്രോക്ക് ആണ്. അപ്പൊ സക്ഷൻ സ്ട്രോക്ക് തുടങ്ങുമ്പോൾ നമ്മളുടെ പിസ്റ്റൺ എവിടെ ആയിരിക്കും ഇരിക്കുന്നത്? നമ്മളുടെ പിസ്റ്റൺ ഇരിക്കുന്നത്
TDC-യിലായിരിക്കും ഇരിക്കുന്നത്. ഓർത്ത് വെച്ചോണം, സക്ഷൻ തുടങ്ങുമ്പോൾ പിസ്റ്റൺ എവിടെ ആയിരിക്കും ഇരിക്കുന്നത്? TDC-യിലായിരിക്കും ഇരിക്കുന്നത്. ഇനി നമുക്ക് പിസ്റ്റൺ വേണ്ട, ഇനി അടുത്ത സക്ഷൻ നടക്കാൻ പോവാ. നോക്കി, സോറി, ഇതേണ്ടേ സക്ഷൻ നടന്നു. അപ്പൊ അകത്തോട്ട് എന്ത് ചെയ്ത്? സക്ഷൻ നടന്നു. ഈ സക്ഷനിൽ സംഭവിക്കുന്നത് നമ്മളുടെ എയർ ഫ്യൂൽ മിക്സ്ചർ ആണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ അകത്തോട്ട് വരുന്നത്. ശ്രദ്ധിക്കണം, ഇനിഷ്യലി നമ്മുടെ പിസ്റ്റണിനകത്ത് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ നമ്മുടെ പിസ്റ്റൺ ഏത് പൊസിഷനിലായിരുന്നു ഇരുന്നത്? TDC-യിലായിരുന്നു ഇരുന്നത്. ഇനി അടുത്ത സക്ഷൻ കഴിയുമ്പോൾ, ഈ 1 എന്ന് പറഞ്ഞ സ്ട്രോക്ക് ആണ് സക്ഷൻ. അപ്പൊ 1 സക്ഷൻ കഴിയുമ്പോൾ നമ്മുടെ ഈ പിസ്റ്റൺ എവിടെ വരും? പിസ്റ്റൺ BDC-യിൽ വരും. ആ BDC-യിൽ വരുമ്പം നമ്മുടെ സിലിണ്ടറിന്റെ അകത്തേക്ക് എയറും പെട്രോളൂടെ എന്ത് ചെയ്യും? കയറും. ശ്രദ്ധിക്കണം, ആദ്യം ഞാൻ പറയാൻ പോകുന്നത് പെട്രോൾ എഞ്ചിന്റെ വർക്കിംഗ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ പെട്രോൾ എഞ്ചിന്റെ വർക്കിങ്ങിൽ എയറും പെട്രോളൂടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സിലിണ്ടറിന്റെ അകത്തോട്ട് കയറുന്നത്. അപ്പൊ സക്ഷൻ സ്ട്രോക്ക് ആണ് പറയുന്നത്. അപ്പൊ സക്ഷൻ സ്ട്രോക്കിന്റെ ആദ്യം നമ്മുടെ പിസ്റ്റൺ എവിടെ ആയിരുന്നിരുന്നത്? TDC-യിലായിരുന്നു ഇരുന്നത്. അപ്പോൾ TDC-യിൽ നിന്ന് പിസ്റ്റൺ എന്ത് ചെയ്യുന്നുണ്ട്? താഴോട്ട് വരുന്നുണ്ട്. ആ താഴോട്ട് വരുമ്പം നമ്മുടെ ഈ വാൽവ് കണ്ടോ? ഈ വാൽവിനെ നമ്മൾ ഇൻലെറ്റ് വാൽവ് എന്നാണ് വിളിക്കുന്നത്. ഈ ഇൻലെറ്റ് വാൽവ് എന്ത് ചെയ്യും? ഓപ്പൺ ചെയ്യും. ഈ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ എയറും ഫ്യൂലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? അകത്തോട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ സക്ഷൻ സ്ട്രോക്ക് കംപ്ലീറ്റ് ആയി. അപ്പൊ സക്ഷൻ സ്ട്രോക്ക് കംപ്ലീറ്റ് ആവുമ്പോൾ പിസ്റ്റൺ എവിടെ ആയിരിക്കും ഇരിക്കുന്നത്? പിസ്റ്റൺ ഇരിക്കുന്നത് BDC-യിലായിരിക്കും. ബോട്ടം ഡെഡ് സെന്ററിലായിരിക്കും ഇരിക്കുന്നത്. നോക്കിയേ, അപ്പൊ നമ്മുടെ സക്ഷൻ കഴിഞ്ഞു. ഇതേണ്ടേ, ഇനിയിപ്പം ഈ ഒരു സമയം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോ എന്തായി? കംപ്രഷൻ നടന്ന സ്ട്രോക്ക് ആണ് പറയുന്നത്. അപ്പൊ പിസ്റ്റൺ താഴോട്ട് വന്നു. പിസ്റ്റൺ താഴോട്ട് വരുന്നതിനെ നമ്മൾ വിളിക്കുന്നത് എന്തായിരുന്നു? സക്ഷൻ ആയിരുന്നു. ഇനി പിസ്റ്റൺ മുകളിലോട്ട് പോകുന്നു. ഇതിനെയാണ് നമ്മൾ കംപ്രഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ താഴെ ഇരുന്ന പിസ്റ്റൺ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? മുകളിലോട്ട് വന്നു. താഴെ BDC-യിൽ നിന്ന് പിസ്റ്റൺ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? മുകളിലോട്ട് വന്നിട്ടുണ്ട്. താഴെ നിന്ന് പിസ്റ്റൺ മുകളിലോട്ട് വന്നു. സോ ഇതാണ് രണ്ടാമത്തെ സ്ട്രോക്ക്. ഈ രണ്ടാമത്തെ സ്ട്രോക്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കംപ്രഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ കംപ്രഷന്റെ സ്റ്റാർട്ടില് പിസ്റ്റൺ എവിടെ ആയിരുന്നു ഇരുന്നത്? BDC-യിലായിരുന്നു ഇരുന്നത്. അപ്പൊ BDC-യിൽ നിന്ന് പിസ്റ്റൺ എന്ത് ചെയ്യും? മുകളിലോട്ട് വരും. പക്ഷെ BDC-യിൽ നിന്ന് പിസ്റ്റൺ മുകളിലോട്ട് വരുന്നതിന് മുമ്പായിട്ട് ഈ വാൽവ് എന്ത് ചെയ്യണം? അടയ്ക്കേണ്ടേ? ഈ വാൽവ് അടച്ചില്ലെങ്കിൽ ഈ സാധനം എന്ത് ചെയ്യും? അങ്ങ് പുറത്തോട്ട് പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സക്ഷൻ നടക്കുമ്പോൾ മാത്രമേ ഇൻലെറ്റ് വാൽവ് എന്താവത്തുള്ളൂ? ഓപ്പൺ ആവത്തുള്ളൂ. അപ്പൊ സക്ഷൻ നടക്കുമ്പോൾ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവും. ആ ഓപ്പണിങ്ങിലൂടെ നമ്മുടെ എയർ ഫ്യൂൽ മിക്സർ എന്ത് ചെയ്യുന്നുണ്ട്? അകത്ത് വരുന്നുണ്ട്. അകത്ത് വന്നു. നമ്മുടെ പിസ്റ്റൺ എവിടെ പോയി? പിസ്റ്റൺ നമ്മുടെ BDC-യിൽ പോയി. സക്ഷൻ സ്ട്രോക്ക് കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ്? നമ്മുടെ രണ്ടാമത്തെ സ്ട്രോക്ക് ആയിട്ടുള്ള കംപ്രഷൻ സ്ട്രോക്ക് ആണ്. അപ്പൊ കംപ്രഷൻ സ്ട്രോക്കിന്റെ ആദ്യം നമ്മുടെ പിസ്റ്റൺ എവിടെ ആയിരുന്നു? BDC-യിലായിരുന്നു പിസ്റ്റൺ ഇരുന്നത്. ഇനി BDC-യിൽ നിന്ന് പിസ്റ്റൺ മുകളിലോട്ട് വരും. പിസ്റ്റൺ എങ്ങോട്ട് വരും? TDC-യിലോട്ട് വരും. അപ്പൊ ആ സമയത്ത് നമ്മുടെ വാൽവ് അടഞ്ഞിരിക്കുവാണ്. സോ നമ്മുടെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? കംപ്രസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ നേരത്തെ കയറിയ ആ എയർ ഫ്യൂൽ മിക്സർ ഇപ്പൊ എന്തായി? നല്ല രീതിയിൽ അങ്ങ് കംപ്രസ് ആവുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിൽ ഇങ്ങനെ കംപ്രസ് ആവുമ്പോഴത്തേക്കിന് അതിന്റെ പ്രഷറും ടെമ്പറേച്ചറും എന്ത് ചെയ്യും? കൂടും. അപ്പൊ കംപ്രഷൻ സ്ട്രോക്കിന്റെ എൻഡില് അതിന്റെ പ്രഷറും ടെമ്പറേച്ചറും എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ഓർത്തിരിക്കണം, കംപ്രഷൻ സ്ട്രോക്കിന്റെ എൻഡില് നമ്മളുടെ ആ അകത്തുള്ള മിക്സറിന്റെ പ്രഷറും ടെമ്പറേച്ചറും എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. നോക്കി, അപ്പൊ സക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത കംപ്രഷൻ ആണ്. വേണ്ടേ, ഇപ്പൊ കംപ്രഷൻ തീരാറായപ്പം അവിടെ ഒരു സ്പാർക്ക് വന്നത് കണ്ടായിരുന്നോ? കംപ്രഷൻ തീരാറായപ്പം ശ്രദ്ധിച്ചോണേ. വേണ്ടേ, കംപ്രഷൻ തീരാറായപ്പം 2 എന്ന് പറഞ്ഞ കംപ്രഷൻ തീരാറായപ്പം അവിടെ എന്ത് വന്നിട്ടുണ്ടായിരുന്നു? ഒരു സ്പാർക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ കംപ്രഷന്റെ അവസാനം എന്ന് പറയുമ്പോൾ ഇതിന്റെ അകത്തുള്ള എയർ ഫ്യൂൽ മിക്സറിന്റെ പ്രഷറും ടെമ്പറേച്ചറും മാക്സിമം ആയിരുന്നു. അപ്പൊ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള ഒരു സാധനത്തിനകത്തോട്ട് ഒരു തീപ്പൊരി അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പൊ ആ തീപ്പൊരി അങ്ങ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിന് ഈ സാധനം എന്ത് ചെയ്യും? അങ്ങ് കത്തത്തില്ലേ? ഇത് കത്തിയിട്ട് ആ ഒരു കത്തലിന്റെ പവറും കൊണ്ട് നമ്മുടെ പിസ്റ്റൺ എന്ത് ചെയ്യും? താഴോട്ട് പോകും. എന്നിട്ട് സെക്ഷൻ കഴിഞ്ഞു, കംപ്രഷൻ കഴിഞ്ഞു. ഇതേണ്ടേ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു സ്പാർക്ക് കിട്ടി. ആ സ്പാർക്കിന്റെ സമയത്ത് ഇവിടെ എന്ത് ചെയ്തു? അത് കത്തി. ആ ഒരു കത്തലിന്റെ ഇതില് നമ്മുടെ പിസ്റ്റൺ എന്ത് ചെയ്യും? അത് താഴോട്ട് അങ്ങ് പുഷ് ചെയ്യും. ആ ഒരു പവറിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പിസ്റ്റൺ താഴോട്ട് പോകുന്നത്. സക്ഷൻ, കംപ്രഷൻ, ഇതാണ് പവർ. ആ പവറിലാണ് എന്ത് കിട്ടുന്നത്? ഇവിടെ നമ്മുടെ മുകളിൽ കംപ്രഷൻ നടക്കുന്നുണ്ട്. ഇതേണ്ടേ, ഇപ്പോഴാണ് കംപ്രഷൻ നടന്നത്. ഈ ഒരു കംപ്രഷനിൽ കിട്ടുന്ന പവറും കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പിസ്റ്റൺ താഴോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളുടെ
കംപ്രഷൻ സ്ട്രോക്കിന്റെ എൻഡിലാണ് എന്ത് നടക്കുന്നത് അല്ലെങ്കിൽ എന്ത് കൊടുക്കുന്നത്? നമ്മൾ സ്പാർക്ക് കൊടുക്കുന്നത്. അപ്പൊ കംപ്രഷൻ സ്ട്രോക്കിന്റെ എൻഡിൽ നമ്മൾ എന്ത് കൊടുത്തു? സ്പാർക്ക് കൊടുത്തു. അപ്പൊ സ്പാർക്ക് കൊടുത്തപ്പോഴത്തേക്കിന് അവിടെ എന്ത് നടന്നു? കമ്പഷൻ നടന്നു, അവിടെ കത്തി. ആ കത്തുമ്പം അവിടെ ഒരു എനർജി പ്രൊഡ്യൂസ് ആവത്തില്ലേ? ആ ഒരു എനർജി നമ്മുടെ പിസ്റ്റൺ എന്ത് ചെയ്യും? താഴോട്ട് തള്ളും. ആ എനർജിയിലാണ് എന്ത് ചെയ്യുന്നത്? പിസ്റ്റൺ താഴോട്ട് പോകുന്നത്. ഇനി അടുത്തതാണെന്ന് പറയുന്നത് എക്സോസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. സക്ഷൻ, കംപ്രഷൻ, കമ്പഷൻ. രണ്ടേ, ഇപ്പൊ നമ്മുടെ എക്സോസ്റ്റ് സ്ട്രോക്ക് തുടങ്ങാൻ പോവാം. നാലാമത്തെ എക്സോസ്റ്റ് സ്ട്രോക്ക് തുടങ്ങാൻ പോവാം. അപ്പൊ എക്സോസ്റ്റ് സ്ട്രോക്ക് തുടങ്ങുമ്പോഴത്തേക്കിന് നമ്മുടെ പിസ്റ്റൺ എവിടെ ആയിരിക്കും വരുന്നത്? BDCയിലായിരിക്കും വരുന്നത്. സക്ഷൻ കഴിഞ്ഞു, കംപ്രഷൻ കഴിഞ്ഞു, പവർ കിട്ടി. ഇനി അടുത്ത് എന്ത് ചെയ്യുക? എക്സോസ്റ്റ് തുടങ്ങാൻ പോവാ. അപ്പൊ എക്സോസ്റ്റ് തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഈ ഒരു വാൽവ് എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പൺ ആവുന്നുണ്ട്. അപ്പൊ ഈ വാൽവിനെ നമ്മൾ വിളിക്കുന്നത് എക്സോസ്റ്റ് വാൽവ് എന്നാണ്. അപ്പൊ നമ്മുടെ നാലാമത്തെ സ്ട്രോക്ക് ആയിട്ടുള്ള എക്സോസ്റ്റ് സ്ട്രോക്ക് തുടങ്ങുമ്പോൾ പിസ്റ്റൺ എവിടെ ആയിരിക്കും? BDCയിലായിരിക്കും. ഇനി പിസ്റ്റൺ മുകളിലോട്ട് വരും. മുകളിലോട്ട് വരുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു വാൽവ് ഓപ്പൺ ആവും. ഈ വാൽവ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എക്സോസ്റ്റ് വാൽവ് ആയിരുന്നു. ആ എക്സോസ്റ്റ് വാൽവിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു കമ്പഷൻ പ്രൊഡക്ട്സ് നമ്മുടെ പുറത്തോട്ട് പോകുന്നുണ്ട്. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഒരു പെട്രോൾ എഞ്ചിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ഫസ്റ്റിലെ സക്ഷൻ, രണ്ടാമത്തത് കംപ്രഷൻ, മൂന്നാമത്തത് കമ്പഷൻ, ഇനി അടുത്ത് എന്താണ്? എക്സോസ്റ്റ്. ഇപ്പൊ സക്ഷൻ നടന്നപ്പോ ഇൻലെറ്റ് വാൽവ് തുറന്നു, ഇൻലെറ്റ് വാൽവ് ക്ലോസ് ആയി. അപ്പം കംപ്രഷൻ നടന്നപ്പോ, അപ്പൊ കംപ്രഷന്റെ എൻഡിൽ നമുക്ക് എന്ത് കിട്ടിയായിരുന്നു? ഒരു സ്പാർക്ക് കിട്ടി. കംപ്രഷന്റെ എൻഡിൽ നമുക്ക് സ്പാർക്ക് കിട്ടി. ആ പവറും കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പിസ്റ്റൺ താഴോട്ട് പോയത്. ഇനി അടുത്ത് നമ്മുടെ എക്സോസ്റ്റ് ആയപ്പോഴത്തേക്കിന് നമ്മുടെ എക്സോസ്റ്റ് വാൽവ് എന്ത് ചെയ്തിട്ടുണ്ട്? തുറന്നിട്ടുണ്ട്. ഇതിന്റെ വേറൊരു ഫിഗർ ആണ്. ഇപ്പൊ സക്ഷൻ നടന്നു, ഇനി അടുത്ത കംപ്രഷൻ നടന്നു. ഈ കംപ്രഷന്റെ എൻഡിലാണ് അവിടെ സ്പാർക്ക് കിട്ടുന്നത്. ഇതുണ്ട്, ആ സ്പാർക്ക് കിട്ടി. അപ്പൊ നമ്മുടെ പിസ്റ്റൺ എന്ത് ചെയ്യുന്നു? താഴോട്ട് പോകുന്നു. ഇനി അടുത്ത സ്ട്രോക്കിൽ നമ്മുടെ ഈ വാൽവ് തുറന്നു. ആ വാൽവിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സോസ്റ്റ് ഗ്യാസസ് എസ്കേപ്പ് ആവുന്നുണ്ട്, പുറത്തോട്ട് നമ്മൾ തള്ളുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ഒരു IC എഞ്ചിന്റെ 4 സ്ട്രോക്ക് എന്ന് പറയുന്നത്. നമ്മുടെ സക്ഷൻ ഉണ്ട്, കംപ്രഷൻ ഉണ്ട്, കമ്പഷൻ ഉണ്ട്, എക്സോസ്റ്റ് ഉണ്ട്. ഇങ്ങനെ 4 സ്ട്രോക്കുകളാണ് നമ്മുടെ ഒരു IC എഞ്ചിന് ഉള്ളത്. ഇനി നമുക്ക് നോക്കാം എന്താണ് 4 സ്ട്രോക്ക് എഞ്ചിൻ, എന്താണ് 2 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു IC എഞ്ചിൻ എടുത്തു കഴിഞ്ഞാൽ 4 സ്ട്രോക്ക് അല്ല, 4 ഓപ്പറേഷൻസ് ആണ്. 4 ഓപ്പറേഷൻസ്. അപ്പോൾ ഏതൊരു എഞ്ചിൻ എടുത്താലും ഈ 4 ഓപ്പറേഷൻസ് കാണും. സക്ഷൻ കാണും, കംപ്രഷൻ കാണും, കമ്പഷൻ കാണും, എക്സോസ്റ്റ് കാണും. ഇതിന്റെ ഓർഡർ ചോദിക്കുക, ഏത് ഓർഡർ ആണ് കറക്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഓർഡർ എന്ന് പറയുന്നത് ഓർത്തിരുന്നാണ്. അപ്പൊ ഈ 4 ഓപ്പറേഷൻസ് 2 എഞ്ചിനിലും, നമ്മുടെ 4 സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിലും 2 സ്ട്രോക്ക് ആണെങ്കിലും 4 ഓപ്പറേഷൻസ് കാണും. ഇനി ഈ 4 ഓപ്പറേഷൻസ് 4 സ്ട്രോക്കിലാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? 4 സ്ട്രോക്ക്. ഇനി ആ 4 ഓപ്പറേഷൻസ് 2 സ്ട്രോക്കിലാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? 2 സ്ട്രോക്ക്. ഒന്ന് നോക്കണേ. ഇവിടെ ഇപ്പൊ സക്ഷൻ നടന്നു, ഇത് ഫസ്റ്റ് സ്ട്രോക്ക്, താഴോട്ട് പോയില്ലേ. ഇനി അടുത്ത കംപ്രഷൻ നടന്നു, രണ്ടാമത്തെ സ്ട്രോക്ക്. ഇനി അടുത്തത് കമ്പഷൻ, പവർ നടന്നു, മൂന്നാമത്തെ സ്ട്രോക്ക്. ഇനി അടുത്തെന്ന് പറയുന്നത് എക്സോസ്റ്റ് നടന്നു, 4ാമത്തെ സ്ട്രോക്ക്. ഈ 4 സ്ട്രോക്കിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ 4 പ്രാവശ്യം നമ്മുടെ പിസ്റ്റൺ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതായത് BDCയിൽ നിന്ന് TDCയിലോട്ട് പോയി, ഒരു സ്ട്രോക്ക്. ഇനി അടുത്തത് ആദ്യം നമ്മുടെ പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലോട്ട് പോയി, ഫസ്റ്റ് സ്ട്രോക്ക്. ഇനി അടുത്ത BDCയിൽ നിന്ന് TDCയിലോട്ട് വന്ന്, സെക്കൻഡ് സ്ട്രോക്ക്. ഇനി അടുത്ത വീണ്ടും BDCയിലോട്ട് പോയി, 3ാമത്തെ സ്ട്രോക്ക്. ഇനി അടുത്ത വീണ്ടും TDCയിലോട്ട് വന്ന്. അങ്ങനെ നമ്മുടെ ഈ 4 സ്ട്രോക്ക് എഞ്ചിനിൽ ഇപ്പൊ മൊത്തത്തിൽ എത്ര സ്ട്രോക്ക് നടന്ന്? 4 സ്ട്രോക്ക് നടന്ന്. ആ 4 ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 4 സ്ട്രോക്ക് നടന്നു. സോ അതുകൊണ്ട് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? 4 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് വിളിക്കും. ഈ 4 സ്ട്രോക്ക് നടക്കാൻ നേരത്ത് ഇവിടെ ഒരു സാധനം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെ നമ്മൾ ക്രാങ്ക് എന്നാണ് വിളിക്കുന്നത്. ഈ 4 സ്ട്രോക്ക് നടക്കുമ്പോൾ ഈ ക്രാങ്ക് ടോട്ടൽ 2 റൊട്ടേഷൻസ് കംപ്ലീറ്റ് ചെയ്യും. ശ്രദ്ധിക്കണം, 4 സ്ട്രോക്ക് എഞ്ചിനില് നമ്മൾ 4 സ്ട്രോക്ക് നടക്കും. 4 ഓപ്പറേഷൻസ് നടക്കുന്നത് 4 സ്ട്രോക്കിലാണ് നടക്കുന്നത്. ഈ 4 സ്ട്രോക്ക് എടുക്കുമ്പോൾ നമ്മുടെ ക്രാങ്ക് എത്ര റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്? 2 റൊട്ടേഷൻ. ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഒരു ഒരു 4 സ്ട്രോക്ക് എഞ്ചിനിൽ നമുക്ക് പവർ കിട്ടണം എന്നുണ്ടെങ്കിൽ ക്രാങ്ക് എത്ര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യണം? 2 തവണ റൊട്ടേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എത്ര സ്ട്രോക്ക് നടക്കണം? 4 സ്ട്രോക്ക്. അപ്പൊ നമ്മൾ ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ 4 ഓപ്പറേഷൻസ് 4 സ്ട്രോക്കിലായിട്ട് നടക്കും. ഇനി അടുത്തത് ആ പവർ കിട്ടുന്നത് എത്ര റെവല്യൂഷനില്ല? ആ 2 റെവല്യൂഷൻ, ക്രാങ്ക് 2 റെവല്യൂഷൻ എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആ ഒരു പവർ കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത 4 സ്ട്രോക്ക് എഞ്ചിനിൽ ഇത് തിരിഞ്ഞു പോയതാണ് കേട്ടോ.
ഫോർ സ്ട്രോക്ക് എഞ്ചിനിലാണ് നമുക്ക് വാൽവ്സ് വരുന്നത്. ഫോർ സ്ട്രോക്ക് എഞ്ചിനിലല്ലേ നമ്മൾ വാൽവ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഫോർ സ്ട്രോക്ക് എഞ്ചിനിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? വാൽവ്സ് വരുന്നുണ്ട്. ഇനി അടുത്താണ് നമ്മുടെ ടു സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പൊ ടു സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ ഒരു എഞ്ചിനാണ് ടു സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത്. നമ്മുടെ 4 ഓപ്പറേഷൻസ് 4 സ്ട്രോക്കിൽ നടന്ന ഫോർ സ്ട്രോക്ക്, 4 ഓപ്പറേഷൻസ് 2 സ്ട്രോക്കിലാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്? ടു സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത്. നോക്കിയാണേ, ഇതാണ് സക്ഷൻ, അടുത്ത കംപ്രഷൻ, അടുത്ത പവർ, അടുത്തത് എക്സോസ്റ്റ്. നോക്കിയാണേ, സക്ഷൻ. ഈ സക്ഷനും കംപ്രഷനും നടന്നത് ഇപ്പൊ നിങ്ങൾ ടോട്ടൽ സ്ട്രോക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 4 സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ആ 4 ഓപ്പറേഷൻ നടക്കുന്ന എത്ര സ്ട്രോക്കിലാ? 2 സ്ട്രോക്കിലാണ് ആ 4 ഓപ്പറേഷൻസ് നടക്കുന്നത്. സോ അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിച്ചത്? ടു സ്ട്രോക്ക് എന്ന് വിളിച്ചത്. സോ ആ 4 ഓപ്പറേഷൻസ് 2 സ്ട്രോക്കിലാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ടു സ്ട്രോക്ക് എഞ്ചിൻ എന്ന് വിളിക്കും. ഇനി അതുപോലെ തന്നെ ടു സ്ട്രോക്ക് അതായത് 4 ഓപ്പറേഷൻസ് നടക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ക്രാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫുൾ റൊട്ടേഷൻ നടത്തുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് പവർ കിട്ടാനായിട്ട് ഒരു റെവല്യൂഷൻ മതി. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോർ സ്ട്രോക്ക് എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ 4 ഓപ്പറേഷൻസ് 4 സ്ട്രോക്കിൽ നടക്കും. ടു സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിൽ 4 ഓപ്പറേഷൻസ് 2 സ്ട്രോക്കിൽ നടക്കും. ഓക്കെ. ഇനി അടുത്തത് ഫോർ സ്ട്രോക്കിൽ നമുക്ക് ഒരു പവർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രാങ്ക് എത്ര തവണ കറങ്ങണമായിരുന്നു? ക്രാങ്ക് 2 തവണ കറങ്ങണം. ഇനി അടുത്തത് ടു സ്ട്രോക്ക് എഞ്ചിനിൽ നമുക്ക് പവർ കിട്ടണം എന്നുണ്ടെങ്കിൽ ക്രാങ്ക് എത്ര തവണ കറങ്ങിയാൽ മതി? 1 തവണ കറങ്ങിയാൽ മതി. ഇനി അടുത്ത ഫോർ സ്ട്രോക്ക് എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ വാൽവ്സ് കാണും. ടു സ്ട്രോക്ക് എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ പോർട്സ് കാണും. ഇത് തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ടു സ്ട്രോക്ക് എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് വരുന്നത്? പോർട്സ് ആണ് വരുന്നത്. വേണ്ടേ, ഇവിടെ ഈ ഒരു സാധനത്തിനാണ് നമ്മൾ പോർട്സ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇവിടെ പോർട്സ് ആണുള്ളത്. ഇവിടെ ഇപ്പം ഇൻലെറ്റ് പോർട്ട്, അതുപോലെ തന്നെ എന്താണ് എക്സോസ്റ്റ് പോർട്ട്, അങ്ങനെ പോർട്ടുകളാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ വരുന്നത്. ഇവിടെ മൂവിങ് ആയിട്ടുള്ള വാൽവ്സ് ആണ്, പക്ഷെ ഇവിടെ എന്താണ്? പോർട്സ് ആണ് വരുന്നത്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് IC എഞ്ചിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പെട്രോൾ എഞ്ചിൻ, അടുത്ത് എന്തായിരുന്നു? ഡീസൽ എഞ്ചിൻ. ഇനി ആ പെട്രോൾ എഞ്ചിനെയും ഡീസൽ എഞ്ചിനെയും നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് ആണ് എന്ന് പറയുന്നത് ഫോർ സ്ട്രോക്ക്, അടുത്ത് എന്താണ്? ടു സ്ട്രോക്ക് എഞ്ചിൻ. ആ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് വരുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ആ ഡിഫറെന്റ് പാർട്സിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആ ഫോർ സ്ട്രോക്ക് ടു സ്ട്രോക്കില്, ആ ഫോർ സ്ട്രോക്ക് ടു സ്ട്രോക്ക് ക്ലാസിഫിക്കേഷനിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഹലോ, ഓക്കെ ആണോ? അതെ. ഓക്കെ. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മളുടെ IC എഞ്ചിന്റെ ഡിഫറെന്റ് പാർട്സിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ടാണ് നമ്മളുടെ ഇൻലെറ്റ് മാനിഫോൾഡ്. ഇൻലെറ്റ് മാനിഫോൾഡ് വേണ്ടേ, നമ്മൾ പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ബോണറ്റ് തുറന്നു നോക്കിയാൽ ഏകദേശം ഇങ്ങനെ ഒരു വ്യൂ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കുറച്ച് സാധനം ഇങ്ങനെ പോകുന്നതായിട്ട് കാണാം ഇല്ലേ? ഒരു 3-4 സംഗതി നമ്മുടെ കാറിന്റെ ഒരു എഞ്ചിനകത്ത് ഇങ്ങനെ പോകുന്നതായിട്ട് കാണാം. ഇതിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ സിലിണ്ടറിനകത്തോട്ട് സപ്ലൈ ചെയ്യുന്ന ഒരു ചാനൽ അല്ലെങ്കിൽ ട്യൂബ് ആണെന്ന് പറയുന്നത് ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, പെട്രോൾ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സിലിണ്ടറിനകത്തോട്ട് എന്തൊക്കെ വരുമെന്നാ പറഞ്ഞത്? പെട്രോൾ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സിലിണ്ടറിനകത്തോട്ട് എയറും വരുന്നുണ്ട്, എന്തും വരുന്നുണ്ട്? ഫ്യൂവലും വരുന്നുണ്ട്. ഈ എയറും ഫ്യൂവലും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത്. അതിനെ മിക്സ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടായിരുന്നു? ഇവിടെ നമ്മൾ ഒരു കാർബുറേറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓർക്കണം, ഒരു പെട്രോൾ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിലിണ്ടറിനകത്തോട്ട് എന്താണ് വരുന്നത്? എയറും ഫ്യൂലൂടെ ആണ് വരുന്നത്. ആ എയറും ഫ്യൂലും നമ്മൾ എവിടെ മിക്സ് ചെയ്യുന്നുണ്ട്? നമ്മൾ ആ കാർബുറേറ്ററിൽ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആ സിലിണ്ടറിന്റെ ആ ഇൻലെറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ആ എയറും ഫ്യൂലും കൂടെ വരുന്നതാണെന്ന് പറയുന്നത് നമ്മളുടെ ആ ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറയുന്നത്. സോ നമ്മളുടെ ഇൻലെറ്റ് മാനിഫോൾഡിലൂടെ നമ്മുടെ എയർ ഫ്യൂൽ മിക്സ്ചർ വന്നു. ഇനി ആ എയർ ഫ്യൂൽ മിക്സ്ചർ നമ്മളുടെ എവിടെയായിട്ടാണ് വന്ന് നിൽക്കുന്നത്? ഇവിടെ നമ്മുടെ ഒരു ഇൻലെറ്റ് വാൽവ് ഉണ്ട്. ആ വാൽവിന്റെ പുറകിലായിട്ടാണ് വന്ന് നിൽക്കുന്നത്. ഇനി അടുത്തത് സക്ഷൻ തുടങ്ങുമ്പോൾ ഈ വാൽവ് എന്ത് ചെയ്യും? ഓപ്പൺ ആവും. സോ ഈ എയർ ഫ്യൂൽ മിക്സ്ചർ അകത്തോട്ട് എന്ത് ചെയ്യുന്നുണ്ട്?
എൻ്റർ ആകുന്നുണ്ട്. സോ നമ്മളിപ്പോൾ പറഞ്ഞത് ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറയുന്നത് ആ എൻട്രി പാസേജ് ആണ് ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എയർ ഫ്യൂൽ മിക്സ് ചെയ്യാനായിട്ട് അവിടെ കാർബറേറ്റർ ഉണ്ട്. ഇനി അടുത്ത ഇൻലെറ്റിൽ വരുന്ന വാൽവ് ആണെന്ന് പറയുന്നത് ഇൻലെറ്റ് വാൽവ് എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് വരുന്നതെന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നമ്മളിപ്പം സക്ഷൻ നടക്കുമ്പോൾ നമ്മുടെ പിസ്റ്റൺ എന്ത് ചെയ്യുന്നുണ്ട്, താഴോട്ട് പോകുന്നുണ്ട്. അപ്പൊ അടുത്ത പാർട്ട് എന്താ നമ്മുടെ വന്നിരിക്കുന്നത്, പിസ്റ്റൺ ആണ് വന്നിരിക്കുന്നത്. പിസ്റ്റൺ ഇതാണ് നമ്മുടെ ആ ഒരു സിലിണ്ടറിന്റെ ഫിഗർ എന്ന് പറയുന്നത്. സിലിണ്ടർ ഇതിപ്പോ സിലിണ്ടർ നമ്മൾ 3 പാർട്സ് ചേർന്നതാണെന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മുകളിലത്തെ സിലിണ്ടർ ഹെഡ്, രണ്ടാമത്തെ നമ്മുടെ ആ സിലിണ്ടർ ബ്ലോക്ക്, എഞ്ചിൻ ബ്ലോക്ക്, അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഓയിൽ പാൻ, താഴത്തെന്ന് പറയുമ്പോൾ നമ്മൾ ആ ഓയിൽ പാൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ നമ്മുടെ ആ ഇൻലെറ്റ് മാനിഫോൾഡ് ആയിരുന്നു. ആ മാനിഫോൾഡിലൂടെ നമ്മുടെ എയർ ഫ്യൂൽ മിക്സ്ചർ വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ എന്തിരിപ്പുണ്ടായിരുന്നു, നമ്മുടെ ആ ഇൻലെറ്റ് വാൽവ് ഇരിപ്പുണ്ടായിരുന്നു. സോ സക്ഷൻ സമയത്ത് നമ്മുടെ ഇൻലെറ്റ് വാൽവ് എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പൺ ആവുന്നുണ്ട്. സോ നമ്മുടെ എയർ ഫ്യൂൽ മിക്സ്ചർ അകത്തോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റർ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ പിസ്റ്റൺ. ഇതാണ് നമ്മുടെ പിസ്റ്റൺ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പിസ്റ്റൺ ചെയ്യുന്നത് നമ്മുടെ എയർ ഫ്യൂൽ മിക്സ്ചർ വരുമ്പോൾ പിസ്റ്റൺ എന്ത് ചെയ്യും, താഴോട്ട് പോകും. എയർ ഫ്യൂൽ മിക്സ്ചർ വരുമ്പോൾ പിസ്റ്റൺ എന്ത് ചെയ്യും, താഴോട്ട് പോകും. ഇനി എയർ ഫ്യൂൽ മിക്സ്ചർ വരുമ്പോൾ പിസ്റ്റൺ എങ്ങനെ താഴോട്ട് പോകുന്നത്, പിസ്റ്റൺ താഴോട്ട് പോകുന്നത് നമ്മളിപ്പോ വണ്ടി എടുക്കാൻ നേരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രാങ്ക് ചെയ്യത്തില്ലേ, നമ്മൾ കിക്കർ അടിക്കത്തില്ലേ, ആ കിക്കർ അടിക്കുന്ന പവറിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ പിസ്റ്റൺ താഴോട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പം നമ്മളിപ്പോ സെൽഫ് അല്ലെങ്കിൽ നമ്മളിപ്പോ കാർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്തില്ലേ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു സ്റ്റാർട്ടർ മോട്ടോർ വർക്ക് ചെയ്യും. ആ മോട്ടോർ എന്ത് ചെയ്യും, ഈ പിസ്റ്റണെ അങ്ങ് താഴോട്ട് കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ പിസ്റ്റൺ എന്ത് ചെയ്യും, താഴോട്ട്. അപ്പൊ സക്ഷൻ നടക്കുമ്പോൾ പിസ്റ്റൺ എന്ത് ചെയ്യുന്നുണ്ട്, താഴോട്ട് പോകുന്നുണ്ട്. ഇനി ആ പിസ്റ്റന്റെ പാർട്സുകൾ നമുക്കൊന്ന് നോക്കാം. പിസ്റ്റന്റെ പാർട്ട് എന്ന് പറയുന്നത്, പിസ്റ്റന്റെ ടോപ്പ് പാർട്ടിനെ വിളിക്കുന്നത് ക്രൗൺ എന്നാണ്. ഓർത്തിരുന്നോണം, പിസ്റ്റന്റെ ടോപ്പ് പാർട്ടിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്, ക്രൗൺ എന്നാണ് വിളിക്കുന്നത്. ഇനി ആ പിസ്റ്റന്റെ ബോഡി ഫോം ചെയ്യുന്ന ആ പാർട്ടിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, സ്കേർട്ട് എന്ന് വിളിക്കും. പിസ്റ്റന്റെ സ്കേർട്ട് എന്ന് വിളിക്കും. അപ്പൊ മെയിൻലി ഈ 2 കാര്യങ്ങളൊന്നും ഓർത്തിരുന്നോണം. പിസ്റ്റന്റെ ടോപ്പ് പാർട്ട് അല്ലെങ്കിൽ നമ്മളുടെ ആ ടോപ്പ് ഡെഡ് സെന്ററുമായിട്ട് അടുത്തുള്ള പോർഷൻ എന്താണ്, ക്രൗൺ ആണ്. ബോട്ടം ഡെഡ് സെന്ററുമായിട്ട് അടുത്തുള്ള പോർഷൻ എന്താണ്, പിസ്റ്റൺ സ്കേർട്ട് ആണ് ഉള്ളത്. ഇനി അടുത്ത് ഈ പിസ്റ്റണിനകത്ത് നമ്മൾ 3 ഗ്രൂസ് ഉണ്ട്. 3 ഗ്രൂസ്. ഈ 3 ഗ്രൂസിലായിട്ട് 3 റിങ് നമ്മൾ ഇട്ടിട്ടുണ്ട്. 3 പിസ്റ്റൺ റിങ്സ് ഇടും. നോക്കിയാണേ, അപ്പൊ 3 റിങ്സ് നമുക്ക് വരുന്നുണ്ട്. അതിലിപ്പം 2 റിങ്, അതിൽ താഴെയായിട്ട് ഒരു റിങ്. ഇതിപ്പോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇത് 3 ഗ്രൂവ് ആണ്. ഒരു ഗ്രൂസ് ഉണ്ട്. ആ 3 ഗ്രൂസില് 3 റിങ് വരുന്നുണ്ട്. അതിൽ നമ്മൾ ആ മുകളിലത്തെ റിങ്ങിനെ നമ്മൾ വിളിക്കുന്നത് കംപ്രഷൻ റിങ് എന്ന് വിളിക്കും. രണ്ടാമത്തെ റിങ്ങിനെ നമ്മൾ വൈപ്പർ റിങ് എന്ന് വിളിക്കും. അടുത്ത 3ാമത്തെ റിങ്ങിനെ നമ്മൾ വിളിക്കുന്നത് ഓയിൽ റിങ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഒരു പിസ്റ്റൺ ആണ്. പിസ്റ്റണിനകത്ത് എത്ര റിങ് വരുന്നുണ്ട്, 3 റിങ് വരുന്നുണ്ട്. അതിൽ ടോപ്പ് റിങ്ങിനെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്, കംപ്രഷൻ റിങ് എന്ന് വിളിക്കും. രണ്ടാമത്തേനെ നമ്മൾ കംപ്രഷൻ റിങ് എന്ന് വിളിക്കും. പക്ഷെ ഇച്ചിരിയും കൂടെ സ്പെസിഫൈഡ് ആയിട്ടാണ് ചോദിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഓപ്ഷനകത്ത് ഇപ്പം സെക്കൻഡ് റിങ്ങിന്റെ പേര് വൈപ്പർ റിങ് ആണെന്നുണ്ടെങ്കിൽ വൈപ്പർ റിങ് ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ടോപ്പ് നമ്മുടെ കംപ്രഷൻ റിങ്, രണ്ടാമത്തത് വൈപ്പർ റിങ്, മൂന്നാമത്തെ എന്താണ്, ഓയിൽ റിങ്. അങ്ങനെ 3 റിങ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പിസ്റ്റണിനകത്ത് വരുന്നത്. അപ്പൊ നമ്മുടെ പിസ്റ്റന്റെ പാർട്സ് എന്ന് പറയുന്നത് ക്രൗൺ ആയി, സ്കേർട്ട് ആയി, 3 റിങ് ആയി, നമ്മുടെ കംപ്രഷൻ റിങ് ആയി, വൈപ്പർ റിങ് ആയി, അടുത്ത എന്താണ് വന്നിരിക്കുന്നത്, ഓയിൽ റിങ് ആണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത പിസ്റ്റൺ കഴിഞ്ഞിട്ട് വരുന്ന പാർട്ട് എന്താണ്, പിസ്റ്റൺ കഴിഞ്ഞിട്ട് വരുന്ന പാർട്ട് കണക്റ്റിംഗ് റോഡ് എന്നാണ് വിളിക്കുന്നത്. കണക്റ്റിംഗ് റോഡ്. ഈ കണക്റ്റിംഗ് റോഡിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ പിസ്റ്റൺ താഴോട്ട് പോകത്തില്ലേ. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ പിസ്റ്റൺ താഴോട്ട് പോകുന്നുണ്ട്. പിസ്റ്റൺ താഴോട്ട് പോകുന്നുണ്ട്. ഈ പിസ്റ്റൺ താഴോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ക്രാങ്ക് എന്ത് ചെയ്യണം, കറങ്ങണം. ഈ ക്രാങ്കിൽ നിന്നാണ് നമുക്ക് പവർ കിട്ടുന്നത്. സോ ഈ ക്രാങ്കിനെ കറക്കുന്നത് ആരാ, ഈ ക്രാങ്കിനെയും പിസ്റ്റണിനെയും കൂടെ കണക്ട് ചെയ്യുന്ന മെമ്പറാണ് എന്തെന്ന് പറയുന്നത്, കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. സോ കണക്റ്റിംഗ് റോഡ് കണക്ട്സ് പിസ്റ്റൺ ആൻഡ് എന്താണ്, ക്രാങ്ക്. അതാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കണക്റ്റിംഗ് റോഡ് ചെയ്യുന്നത്. നോക്കി, ഇവിടെ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ പിസ്റ്റണും നമ്മുടെ ഈ കണക്റ്റിംഗ് റോഡോടെ ഇവിടെ കണക്ട് ചെയ്തേക്കാണ്. അപ്പൊ നമ്മളുടെ കണക്റ്റിംഗ് റോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 2 എൻഡ് ഉണ്ട്. ഒന്ന് കണക്റ്റിംഗ് റോഡിന്റെ സ്മാൾ എൻഡ്, അടുത്ത കണക്റ്റിംഗ് റോഡിന്റെ ബിഗ് എൻഡ് ആണ് വരുന്നത്. ഈ കണക്റ്റിംഗ് റോഡിന്റെ സ്മാൾ എൻഡും നമ്മുടെ പിസ്റ്റണിലൂടെ കണക്ട് ചെയ്യും. ഇനി അടുത്ത കണക്റ്റിംഗ് റോഡിന്റെ ബിഗ് എൻഡും ക്രാങ്കൂടാണ് കണക്ട് ചെയ്യുന്നത്. ഇനി ആ പിസ്റ്റണും നമ്മുടെ ക്രാങ്കൂടെ കണക്ട് ചെയ്യുന്നത് ഒരു പിൻ ഉപയോഗിച്ചിട്ടാണ്. ആ പിന്നിനെ വിളിക്കുന്ന പേരാണ് ഗഡ്ജൻ പിൻ. ഓർത്തിരുന്നോണം, ആ പിന്നിനെ വിളിക്കുന്ന പേര് നമ്മൾ ഗഡ്ജൻ പിൻ എന്നാണ് വിളിക്കുന്നത്. ഗഡ്ജൻ പിൻ.
ആ പിന്നിനെ നമ്മൾ വിളിക്കുന്നത് ഗഡ്ജൻ പിൻ എന്നാണ് വിളിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ആണത്. ഗഡ്ജൻ പിൻ. അപ്പോ പിൻ ദാറ്റ് കണക്ട്സ് എന്താണ് സ്മാൾ എൻഡ് ഓഫ് ദി ക്രാങ്ക് ഷാഫ്റ്റ് ടു പിസ്റ്റൺ. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഗഡ്ജൻ പിൻ ആണ് വരുന്നത്. സോ നമ്മുടെ പിന്നും അതുപോലെ തന്നെ നമ്മുടെ പിസ്റ്റണും അതുപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റിന്റെ സ്മാൾ എൻഡൂടെ കണക്ട് ചെയ്യുന്ന പിന്നാണെന്ന് പറയുന്നത് ആ ഗഡ്ജൻ പിൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ക്രാങ്ക് ഷാഫ്റ്റിന്റെ ബിഗ് എൻഡ്. നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിന്റെ ബിഗ് എൻഡും കണക്ടിംഗ് റോഡിന്റെ ബിഗ് എൻഡും നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിലൂടെ കണക്ട് ചെയ്യുന്ന പോർഷൻ, അവിടെ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഒരു ക്രാങ്ക് പിൻ യൂസ് ചെയ്തിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ പിസ്റ്റൺ വന്നു, അടുത്തായിട്ട് നമ്മുടെ കണക്ടിംഗ് റോഡ് വന്നു, ഇനി അടുത്തായിട്ട് വരുന്നതാണ് ക്രാങ്ക് ഷാഫ്റ്റ്. ഇതാണ് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ്. സോ ഇത് നമ്മുടെ കണക്ടിംഗ് റോഡായിരുന്നു. ആ കണക്ടിംഗ് റോഡിനെ നമ്മൾ ഈ ഒരു ഷാഫ്റ്റിനെയാണ് നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ കാറിന്റെ ക്രാങ്ക് ഷാഫ്റ്റ് ആണ്. കാരണം ഇപ്പൊ കാർ എന്ന് പറയുമ്പോൾ ഒരു 4 സിലിണ്ടർ വരും. സോ അതുകൊണ്ടാണ് ഈ 4 എണ്ണം വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ സാധാരണ കാർ എന്ന് പറയുന്നത് 4 സിലിണ്ടർ വരത്തില്ലേ. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ 2 വീലറിന്റെ അവിടെ എന്ന് പറയുന്നത് ഒരു സിലിണ്ടറേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഒരു പോർഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഇവിടെ കണക്ടിംഗ് റോഡും നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ കണക്ട് ചെയ്യുന്ന പോർഷനാണ് ഈ നീല പോർഷൻ. ഈ നീല കാണിച്ചിരിക്കുന്നുണ്ടോ? ആ നീല പോർഷനെ നമ്മൾ വിളിക്കുന്നത് ക്രാങ്ക് പിൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ കണക്ടിംഗ് റോഡും ക്രാങ്ക് ഷാഫ്റ്റൂടെ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്രാങ്ക് പിൻ ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത പിസ്റ്റണും കണക്ടിംഗ് റോഡും കണക്ട് ചെയ്യുന്നത് ഗഡ്ജൻ പിൻ ഉപയോഗിച്ചിട്ടുമാണ് കണക്ട് ചെയ്യുന്നത്. സോ ഇത് നമ്മളുടെ എന്ത് വന്നു? ക്രാങ്ക് ഷാഫ്റ്റ് വന്നു. ഇനി അടുത്തത് ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഒരെൻഡിലായിട്ട് ഇതുണ്ട്. അപ്പൊ നമ്മുടെ പിസ്റ്റൺ ഉണ്ടായിരുന്നു. പിസ്റ്റൺ ഇങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ക്രാങ്ക് ഷാഫ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഒരെൻഡിലായിട്ട് ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഒരെൻഡിലായിട്ട് ഒരു ഫ്ലൈ വീൽ ഉണ്ട്. ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഒരെൻഡിലായിട്ട് ഫ്ലൈ വീല് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് ആയിരുന്നു. ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഒരെൻഡിലായിട്ട് ഫ്ലൈ വീല് വരുന്നുണ്ട്. ഇനി ഫ്ലൈ വീലിനോട് ചേർന്ന് വരുന്ന പോർഷനാണ് ക്ലച്ച് എന്ന് പറയുന്നത്. അപ്പൊ ക്രാങ്ക് ഷാഫ്റ്റ് കഴിഞ്ഞു, ക്രാങ്ക് ഷാഫ്റ്റിലാണ് കറക്കം വരുന്നത്. അപ്പൊ നമ്മുടെ പിസ്റ്റൺ ഇങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ ഈ ഫ്ലൈ വീലും എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ഇനി അടുത്ത ഫ്ലൈ വീലുമായിട്ട് കോണ്ടാക്ട് വരുന്ന പോർഷൻ ആണെന്ന് പറയുന്നത് ക്ലച്ച് എന്ന് പറയുന്നത്. നോക്കിയേ, അപ്പൊ ഇത് നമ്മളുടെ എഞ്ചിൻ ആയിരുന്നു. അപ്പൊ എഞ്ചിനിൽ നിന്ന് നമുക്ക് കറക്കം നമ്മളുടെ വീലിലോട്ട് എന്ത് ചെയ്യണം? ആ റൊട്ടേഷൻ എത്തിക്കണ്ടേ? അപ്പൊ വീലിലോട്ട് റൊട്ടേഷൻ എത്തിക്കാനായിട്ട് നമ്മളുടെ എഞ്ചിനിൽ ആക്ച്വലി ആരാ കറങ്ങുന്നത്? ക്രാങ്ക് ഷാഫ്റ്റ് ആണ് കറങ്ങുന്നത് അല്ലേ? അപ്പൊ നമ്മളുടെ പിസ്റ്റൺ കറങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ക്രാങ്ക് ഷാഫ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഈ ക്രാങ്ക് ഷാഫ്റ്റിലുള്ള റൊട്ടേഷൻ നമുക്ക് എവിടെ എത്തിക്കണം? വീലിൽ എത്തിക്കണം. സോ അതിനുള്ള ഡിവൈസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് കണക്ട് ചെയ്യുന്ന നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു സീക്വൻസ് ഇങ്ങനെ ഓർത്തിരുന്നോണം. ഇത് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്രാങ്ക് ഷാഫ്റ്റ് എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ആ ഫ്ലൈ വീലുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഒരു എൻഡിലായിട്ട് ഫ്ലൈ വീൽ വന്നിട്ടുണ്ട്. ഇനി ഫ്ലൈ വീലിന്റെ അടുത്ത എൻഡിലായിട്ട് എന്ത് വരുന്നുണ്ട്? ക്ലച്ച് വരുന്നുണ്ട്. ഇനി അടുത്ത ക്ലച്ച് എന്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? ഗിയർ ബോക്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഗിയർ ബോക്സ് നമ്മുടെ യൂണിവേഴ്സൽ കപ്ലിംഗ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. യൂണിവേഴ്സൽ കപ്ലിംഗ് പ്രൊപ്പല്ലർ ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തേക്കും. പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വീണ്ടും ഒരു യൂണിവേഴ്സൽ കപ്ലിംഗ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ എന്ത് വരുന്നുണ്ട്? ഇവിടെ ഒരു ഡിഫറൻഷ്യൽ വരുന്നുണ്ട്. പിന്നെ എന്ത് വരുന്നുണ്ട്? ആക്സിൽ വരുന്നുണ്ട്. ഈ ആക്സിലാണ് എങ്ങോട്ട് കണക്ട് ചെയ്യുന്നത്? നമ്മുടെ വീലിലോട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പൊ എഞ്ചിനിൽ നിന്ന് അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് പവർ എവിടെ കയറി? ഫ്ലൈ വീലിൽ കയറി. അപ്പൊ ഫ്ലൈ വീല് റൊട്ടേറ്റ് ചെയ്യും. ഇനി അടുത്തത് നമ്മൾക്കിപ്പം ചില സമയത്ത് ഇപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഗിയർ മാറ്റണം. സോ ഗിയർ മാറ്റണത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ക്ലച്ച് കൂടെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഗിയർ ബോക്സിൽ കണക്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഓരോ സമയത്തും ഓരോ റിക്വയർമെന്റ് ആയിരിക്കത്തില്ലേ ലോഡ്. സോ അതിനനുസരിച്ച് മാറ്റാനായിട്ടാണ് നമ്മൾ ഒരു ക്ലച്ച് കൊടുത്തിരിക്കുന്നത്. ക്ലച്ച് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. നമ്മുടെ എഞ്ചിൻ നിർത്താതെ തന്നെ നമ്മളുടെ എഞ്ചിനെ ഗിയർ ബോക്സുമായിട്ട് ഡിസ്കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സ്വിച്ച് ആണ് എന്തെന്ന് പറയുന്നത്? ക്ലച്ച് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ ഫ്ലൈ വീലിൽ വരുന്ന റൊട്ടേഷൻ ക്ലച്ചിൽ വരുന്നുണ്ട്. ആ ക്ലച്ച് നമ്മൾ എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഗിയർ ബോക്സിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഗിയർ ബോക്സിൽ നിന്ന് നമുക്കൊരു യൂണിവേഴ്സൽ കപ്ലിംഗ് വരുന്നുണ്ട്. അവിടുന്ന് ഒരു പ്രൊപ്പല്ലർ ഷാഫ്റ്റ് പോയി പ്രൊപ്പല്ലർ ഷാഫ്റ്റിൽ നിന്ന് വീണ്ടും യൂണിവേഴ്സൽ കപ്ലിംഗ് വരുന്നുണ്ട്. അത് നമ്മുടെ ഒരു ഡിഫറൻഷ്യലിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ഡിഫറൻഷ്യൽ നമ്മുടെ വീലിന്റെ ആക്സിൽ കയറും. ആ ആക്സിൽ എൻഡിലായിട്ട് എന്ത് വരുന്നുണ്ട്? വീലും വരുന്നുണ്ട്. സോ ഇതാണ് ആ ഒരു പവറിന്റെ ഫ്ലോ എന്ന് പറയുന്നത്. എഞ്ചിൻ, ഫ്ലൈ വീൽ, ക്ലച്ച്, അടുത്ത ഗിയർ ബോക്സ്, അടുത്ത യൂണിവേഴ്സൽ ജോയിന്റ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, യൂണിവേഴ്സൽ ജോയിന്റ്, അടുത്ത ഡിഫറൻഷ്യൽ, അടുത്ത റിയർ ആക്സിൽ. ഇതിനകത്ത് എന്തിനാണ് ഡിഫറൻഷ്യൽ യൂസ് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പം ടേൺസ് ഒക്കെ എടുക്കത്തില്ലേ? അപ്പൊ ടേൺസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മളുടെ ഇന്നർ വീലിന്റെ റൊട്ടേഷൻ എന്തായിരിക്കണം? കുറവായിരിക്കണം. ഔട്ടർ വീലിന്റെ റൊട്ടേഷൻ എന്തായിരിക്കണം?
കൂടുതലായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു ടേൺ ഒക്കെ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്, ഒരു ഡിഫറൻഷ്യൽ നമ്മൾ കൊടുത്തേക്കുന്നത്. സോ അതാണ് നമ്മുടെ ഒരു പവർ ഫ്ലോയുടെ ചാർട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് വരുന്ന നമ്മുടെ താഴത്തെ ഓയിൽ പാൻ ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഓയിൽ പാൻ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ഓയിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഓയിലിനെ നമ്മൾ എവിടെ എത്തിക്കണം, നമ്മളുടെ ഓരോ സ്ട്രോക്ക് കഴിയുമ്പോഴും നമ്മുടെ പിസ്റ്റണിനകത്ത്, ഇവിടെ നമ്മുടെ സിലിണ്ടറിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഓയിലിനെ നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓയിൽ സപ്ലൈ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഈ ഒരു ഓയിൽ പാനിൽ നിന്ന് ഓയിൽ എന്ത് ചെയ്യും, നമ്മുടെ മുകളിലോട്ട് കയറും. ആ മുകളിലോട്ട് കയറാനായിട്ട് ഒന്നെങ്കിൽ നമ്മൾ ഒരു പമ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പമ്പ് വഴി നമ്മുടെ ഓരോ സ്ട്രോക്ക് കഴിയുന്നതിനനുസരിച്ചും ഈ സിലിണ്ടറിനകത്തോട്ട് നമ്മൾ ഓയിലിനെ എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ സിലിണ്ടറിന്റെ വാളിൽ ഓയിൽ എന്ത് ചെയ്യും, കിട്ടും. അതായത് ഓരോ സ്ട്രോക്ക് കഴിയുമ്പോഴും നമ്മുടെ സിലിണ്ടറിന്റെ വാളിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഓയിൽ കിട്ടുന്നുണ്ട്. ഇതണ്ടേ, ഇപ്പൊ നമ്മുടെ പിസ്റ്റൺ മുകളിലോട്ട് പോയി. ഈ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഈ താഴെയുള്ള ഓയിൽ എന്ത് ചെയ്യും, രണ്ട് ഇവിടോട്ട് വരും. നമ്മളൊന്ന് പമ്പ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഈ പിസ്റ്റൺ മുകളിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഇവിടെ എന്ത് ചെയ്യും, ഒരു ഓയിലിന്റെ ഫിലിം വരും. ഈ ഓയിലിന്റെ ഫിലിം നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും, അപ്പൊ ഈ ഓയിലിന്റെ ഫിലിമിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, താഴോട്ട് എത്തിക്കണം. എന്തിനാണ് നമ്മളിവിടെ ഒരു ഓയിൽ കൊടുക്കുന്നത്, അവിടെ ഒരു റെസിപ്രോക്കേഷൻ മോഷനല്ലേ നടക്കുന്നത്. സോ അവിടുത്തെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മളവിടെ ഓയിൽ സപ്ലൈ ചെയ്യുന്നത്. ഇനി ആ ഓയിൽ തിരിച്ചിറങ്ങാനായിട്ടാണ് എന്ത് കൊടുത്തിരിക്കുന്നത്, ആ ഒരു ഓയിൽ റിങ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു ഓയിൽ റിങ് കൊടുത്തില്ലായിരുന്നോ, ഈ ഓയിൽ റിങ് കൊടുത്തിരിക്കുന്നത് ആ വാൾസിൽ നിന്നും ഓയിൽ തിരിച്ച് സമ്പിലോട്ട് വരാനായിട്ടാണ് എന്ത് കൊടുത്തിരിക്കുന്നത്, ആ ഒരു ഓയിൽ റിങ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഓയിൽ റിങ്ങിലൂടെ തിരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഓയിൽ നമ്മുടെ സമ്പിലോട്ട് വരും. ഓക്കെ, അതിനാണ് ആ ഓയിൽ റിങ് കൊടുത്തിരിക്കുന്നത്. ഇനി ആ മുകളിലുള്ള കംപ്രഷൻ റിങ്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് മുകളിൽ നമ്മുടെ പിസ്റ്റന്റെ മുകളിൽ കംപ്രഷൻ നടക്കുന്നുണ്ട്. അപ്പൊ കംപ്രഷൻ നടക്കുമ്പോൾ ആ ഗ്യാസസ് ഒന്നും താഴോട്ട് വരരുത്. ആ താഴോട്ട് വരാതിരിക്കാനായിട്ടാണ് എന്ത് കൊടുത്തിരിക്കുന്നത്, നമ്മുടെ കംപ്രഷൻ റിങ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ സിലിണ്ടർ നോക്കിക്കഴിഞ്ഞാൽ, ഇതൊരു സിലിണ്ടർ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ആ സിലിണ്ടറും പിസ്റ്റണുമായിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് കാണും. ആ സിലിണ്ടറും പിസ്റ്റണുമായിട്ട് ഒരു ഗ്യാപ്പ് കാണും. എന്നാൽ അത് റെസിപ്രോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആ ഗ്യാപ്പിലൂടെ ഇവിടെ ഉള്ള ഗ്യാസ് എന്ത് ചെയ്യാം, താഴോട്ട് വരാം. സോ അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്, ആ കംപ്രഷൻ റിങ് അവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. സോ കംപ്രഷൻ റിങ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ്, അവിടെ ഒരു ലീക്ക് പ്രൂഫ് ആയിട്ട് വെക്കുകയാണ്. അല്ലെങ്കിൽ മുകളിലുള്ള പ്രൊഡക്ട്സിനെ എങ്ങോട്ട് എത്തിക്കത്തില്ല, താഴോട്ട് എത്തിക്കത്തില്ല. അതാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ആ കംപ്രഷൻ റിങ്സ് ചെയ്യുന്നത്. ഇനി അടുത്ത ഓയിൽ റിങ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മളുടെ പിസ്റ്റൺ മുകളിലോട്ട് പോകുമ്പോൾ ഈ ഓയിൽ എന്ത് ചെയ്യും, തെറിച്ച് നമ്മുടെ ഈ വാളിൽ വീഴും. ഇനി ആ ഓയിൽ തിരിച്ചെന്ത് ചെയ്യണം, വരുത്തണ്ടേ. ആ തിരിച്ച് വരുത്താനായിട്ടാണ് നമ്മുടെ എന്ത് കൊടുത്തേക്കുന്നത്, ആ ഓയിൽ റിങ് കൊടുത്തേക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ റിങ് എന്ന് പറയുന്നത് ഒരു ചെറുതായിട്ട് ഒരു ടേപ്പേഡ് ആണ്. അപ്പൊ ടേപ്പേഡ് ആയതുകൊണ്ട് കുറച്ച് ഓയിൽ എന്ത് ചെയ്യും, ഇതിനകത്തൂടെ എന്ത് ചെയ്യും, ഇതിങ്ങ് വടിച്ചങ്ങ് താഴോട്ടിടും. സോ നമ്മുടെ ഓയിൽ റിങ്ങിലൂടെ എന്ത് ചെയ്യും, ആ എക്സസ് ആയിട്ടുള്ള ഓയിൽ തിരിച്ചെന്ത് ചെയ്യുന്നുണ്ട്, സമ്പില് വന്ന് വീഴുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു പാർട്ടോടുണ്ട്, അതെന്ന് പറയുന്നത് നമ്മുടെ ക്യാം ഷാഫ്റ്റ് ആണ്. ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഇതേണ്ടേ, ഇതാണ് നമ്മുടെ ക്യാം ഷാഫ്റ്റ്. നമ്മൾ മുകളിൽ വാൽവ്സ് പറഞ്ഞിട്ടില്ലായിരുന്നു, ഇൻലെറ്റ് വാൽവ് ഉണ്ടായിരുന്നു, നമ്മളുടെ എക്സോസ്റ്റ് വാൽവ് ഉണ്ടായിരുന്നു. സോ ആ വാൽവിനെ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു ഷാഫ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ വാൽവ് എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഈ ക്യാം കണക്ട് ചെയ്തിരിക്കുന്ന ഷാഫ്റ്റ്, അതാണ് എന്തെന്ന് പറയുന്നത്, ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്നത്. സോ ആ ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആ ക്യാമിന്റെ ലോബ് കറങ്ങും. ആ ക്യാമിന്റെ ലോബ് കറങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ ഈ വാൽവ് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. സോ ആ വാൽവിന്റെ മൂവ്മെന്റിന് വേണ്ടിയാണ് നമ്മൾ അവിടെ എന്ത് കൊടുത്തിരിക്കുന്നത്, ക്യാം ഷാഫ്റ്റ് കൊടുത്തിരിക്കുന്നത്. സോ ഇത്രയാണ് അവിടുത്തെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, അതിൽ നമുക്ക് മെയിൻ ആയിട്ട് വന്നെന്ന് പറയുന്നത്, ആദ്യം ഇൻലെറ്റ് മാനിഫോൾഡ് വന്നായിരുന്നു. ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ എയർ ഫ്യൂൽ മിക്സ്ചറിനെ, നമ്മളിപ്പോ പെട്രോൾ എഞ്ചിന്റെ കേസ് ആണെങ്കിൽ ആ എയർ ഫ്യൂൽ മിക്സ്ചറിനെ നമ്മുടെ സിലിണ്ടറിനകത്തോട്ട് സപ്ലൈ ചെയ്യുന്നതാണ് ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മുടെ പെട്രോൾ എഞ്ചിന്റെ കേസ് എടുക്കുമ്പോൾ അവിടെ എയർ വരുന്നുണ്ട്. അവിടുത്തെ എയറും ഫ്യൂലൂടെ നമ്മുടെ കാർബറേറ്ററിൽ നിന്ന് മിക്സ് ആയിട്ടാണ് എങ്ങോട്ട് പോകുന്നത്, നമ്മുടെ സിലിണ്ടറിന്റെ അകത്തോട്ട് പോകുന്നത്. ഇനി അടുത്തായിട്ട് വന്നതാണ് സിലിണ്ടറിന്റെ അകത്തോട്ട് പോകുമ്പോൾ നമ്മുടെ പിസ്റ്റൺ എന്ത് ചെയ്യുന്നുണ്ട്, താഴോട്ട് പോകുന്നുണ്ട്. ഇനി അടുത്ത പിസ്റ്റൺ താഴോട്ട് പോകുമ്പോൾ ആ പിസ്റ്റൺ താഴോട്ട് പോകുന്നതിനനുസരിച്ച് ഇവിടെ ക്രാങ്ക് എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യണം. സോ പിസ്റ്റണിനെയും ക്രാങ്കിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ കണക്ടിങ് റോഡ് എന്ന് പറയുന്നത്. സോ പിസ്റ്റൺ താഴോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ കണക്ടിങ് റോഡിന്റെ മോഷൻ കാരണം നമ്മുടെ ക്രാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്,
റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മളുടെ പിസ്റ്റൺ ഉണ്ടായിരുന്നു. പിസ്റ്റണിനകത്ത് നമുക്ക് 3 റിങ്സ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് കംപ്രഷൻ റിങ്, രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മുടെ വൈപ്പർ റിങ്, മൂന്നെന്ന് പറയുന്നത് നമ്മുടെ ഓയിൽ റിങ്. ഇനി അടുത്ത നമ്മുടെ പിസ്റ്റണും അതുപോലെ തന്നെ നമ്മളുടെ കണക്ടിംഗ് റോഡൂടെ കണക്ട് ചെയ്യുന്ന പിന്നിനെ നമ്മൾ ഗഡ്ജൻ പിൻ എന്ന് വിളിക്കും. ഇനി അടുത്ത നമ്മുടെ കണക്ടിംഗ് റോഡും ക്രാങ്ക് ഷാഫ്റ്റൂടെ കണക്ട് ചെയ്യുന്ന പിന്നിനെ നമ്മൾ ക്രാങ്ക് പിൻ എന്നായിരുന്നു വിളിക്കുന്നത്. ഈ നീല കളറിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ക്രാങ്ക് പിൻ എന്ന് പറയുന്നത്. ഇവിടെ ചെയ്യുന്നത് പറയുമ്പോൾ നമ്മുടെ പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ നമ്മൾ എന്തായിട്ട് മാറ്റുകയാണ്? നമ്മുടെ ക്രാങ്കിന്റെ റൊട്ടേഷൻ ആയിട്ട് മാറ്റും. ഈ ക്രാങ്കിന്റെ റൊട്ടേഷൻ ആണ് നമ്മൾ വീലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോ എന്തിനാണ് കണക്ടിംഗ് റോഡ് യൂസ് ചെയ്യുന്നത്? കണക്ടിംഗ് റോഡ് യൂസ് ചെയ്യുന്നത് ആ പിസ്റ്റന്റെ റെസിപ്രോക്കേഷനെ ക്രാങ്കിന്റെ റൊട്ടേഷൻ ആക്കി മാറ്റാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ കണക്ടിംഗ് റോഡ് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ആ പവർ ഫ്ലോ എഞ്ചിൻ. എഞ്ചിനിൽ നിന്ന് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിൽ റൊട്ടേഷൻ വരുന്നുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഒരറ്റത്തായിട്ട് നമ്മൾ ഫ്ലൈ വീല് കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ക്ലച്ച് വരുന്നു. അടുത്ത നമ്മുടെ ട്രാൻസ്മിഷൻ വരുന്നു. അടുത്ത യൂണിവേഴ്സൽ ജോയിന്റ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, വീണ്ടും യൂണിവേഴ്സൽ ജോയിന്റ്, അടുത്തായിട്ട് ഡിഫറൻഷ്യൽ, അടുത്ത എന്താണ് റിയർ ആക്സിൽ, പിന്നെ ടയറിലോട്ട് പവർ പോകുന്നു. സോ ഇവിടെ ഉള്ള നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിലെ കറക്കം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്, നമ്മുടെ ടയറിൽ അല്ലെങ്കിൽ റിയർ ആക്സിൽ കിട്ടുന്നുണ്ട്. സോ ഇതാണ് പവർ ഫ്ലോയിൽ വരുന്നത്. ഇനി അടുത്തത് നമ്മുടെ ഫ്ലൈ വീൽ യൂസ് ചെയ്യുന്നത് പറയുന്നത് ഒരു എനർജി സ്റ്റോറേജ് ഡിവൈസ് ആണെന്ന് പറയുന്നത് ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. ഇതിപ്പോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആക്ച്വലി നമുക്ക് 4 ഓപ്പറേഷൻ ഉണ്ടെങ്കിലും ഇവിടെ ആക്ച്വലി 4 ഓപ്പറേഷൻ ഉണ്ട്. പക്ഷെ ഒരു ഓപ്പറേഷനിലെ നമുക്ക് പവർ കിട്ടുന്നുള്ളൂ അല്ലേ? നമ്മളിപ്പോ സക്ഷൻ സമയത്ത് ആക്ച്വലി നമ്മളാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ താഴോട്ട് മൂവ് ചെയ്യുന്നത്. കംപ്രഷൻ സമയത്ത് നമ്മളാണ് അതിനെ മുകളിലോട്ട് മൂവ് ചെയ്യുന്നത്. ഈ ഒരു പവർ സ്ട്രോക്കിൽ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ? അവിടെ പവർ കിട്ടുന്നുള്ളൂ. ആ മൂന്നാമത്തെ സ്ട്രോക്കിൽ, ഈ ഒരു സ്ട്രോക്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഇവിടെ പവർ കിട്ടുന്നുള്ളൂ. ആ പവർ സ്റ്റോർ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണെന്ന് പറയുന്നത് ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. ഫ്ലൈ വീൽ എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ്? ഒരു വീല് പോലെ, ഒരു ഡിസ്ക് പോലെ ഇരിക്കും. അതിപ്പോ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഒരു സൈക്കിൾ സ്റ്റാൻഡിൽ വെച്ചിട്ട് നിങ്ങൾ ആ വീൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു തവണയെ റൊട്ടേഷൻ കൊടുക്കുന്നുള്ളൂ. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടിന്യൂസ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. അതാണ് ആ ഫ്ലൈ വീലിന്റെ പ്രിൻസിപ്പിൾ എന്നും പറയുന്നത്. പിന്നെ ഫ്ലൈ വീലിന് ശേഷം നമ്മുടെ എന്ത് വരുന്നുണ്ട്? ക്ലച്ച് വരുന്നുണ്ട്. ക്ലച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് എഞ്ചിനെ ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യണം? ഗിയർ മാറ്റണം. അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ക്ലച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹലോ, അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെയാണ്. ജിൻ സാറെ കണ്ടിന്യൂ ചെയ്യണോ? മതി, ഇത്ര മതി. ഓവറായി കറക്റ്റ് ചെയ്യാം. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പം ആദ്യം വരെ നമ്മുടെ പിസ്റ്റൺ എടുക്കാം. അപ്പൊ പിസ്റ്റൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു റെസിപ്രോക്കേറ്റിംഗ് പാർട്ട് ആയിരുന്നു. അപ്പൊ നമ്മുടെ സിലിണ്ടറിനകത്ത് വരുന്ന റെസിപ്രോക്കേറ്റിംഗ് പാർട്ട് എന്താണ്? പിസ്റ്റൺ ആണ് വരുന്നത്. പിസ്റ്റൺ. ഇനി അടുത്ത പിസ്റ്റന്റെ പാർട്സ് ഏതൊക്കെയായിരുന്നു? നമുക്ക് പിസ്റ്റന്റെ പാർട്സ്, പിസ്റ്റന്റെ മുകളിലായിട്ട് വരുന്ന എന്തായിരുന്നു? നമ്മുടെ പിസ്റ്റന്റെ മുകളിലത്തെ പാർട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? ക്രൗൺ ആയിരുന്നു. ഇനി അടുത്ത താഴത്തെ പാർട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്കർട്ട് ആയിരുന്നു വരുന്നത്. ഇനി അടുത്തത് പിസ്റ്റൺ മെയ്ഡ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്താണ്? ഏത് മെറ്റീരിയലും കൊണ്ടാണ് പിസ്റ്റൺ മെയ്ഡ് ചെയ്തിരിക്കുന്നത്? അലൂമിനിയം അലോയ് ആണ്. അലൂമിനിയം അലോയ് കൊണ്ടാണ് നമ്മൾ പിസ്റ്റൺ മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അലൂമിനിയം അലോയ്. ഇനി അടുത്ത പിസ്റ്റന്റെ ജിയോമെട്രി എന്താണ്? പിസ്റ്റന്റെ ഷേപ്പ്. പിസ്റ്റന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഓവൽ ഷേപ്പ് ആണ് വരുന്നത്. ഓവൽ ഷേപ്പ്. ഇപ്പൊ നമ്മുടെ ഓപ്ഷനകത്ത് ഓവൽ ഇല്ല, അതേ മറിച്ച് എലിപ്സ് ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം? ടിക്ക് ചെയ്യാം. അപ്പൊ പിസ്റ്റന്റെ കേസിൽ നമ്മൾ പറയുന്നത് പിസ്റ്റന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് അലൂമിനിയം അലോയ് ആണ്. ഇനി അടുത്ത് അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഓവൽ ഷേപ്പ് ആണ്. ഓവൽ ഓപ്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എലിപ്സ് ടിക്ക് ചെയ്യാം. ഇനി അടുത്ത പിസ്റ്റൺ റിങ്ങിന്റെ കേസ് നമ്മൾ പറഞ്ഞു. പിസ്റ്റൺ റിങ്ങിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് കാസ്റ്റ് അയൺ ആണ്. പിസ്റ്റൺ റിങ്ങിന്റെ മെറ്റീരിയൽ, പിസ്റ്റൺ റിങ്ങിന്റെ മെറ്റീരിയൽ കാസ്റ്റ് അയൺ ആണ്. പിസ്റ്റൺ റിങ് നമുക്ക് 3 എണ്ണം വരുന്നുണ്ട്. മുകളിലത്തെ 2 എണ്ണത്തിനെ നമ്മൾ കംപ്രഷൻ റിങ് എന്ന് വിളിക്കും. താഴത്തേനെ നമ്മൾ എന്ത് വിളിക്കും? ഓയിൽ റിങ് എന്ന് വിളിക്കും. ഇച്ചിരിയും കൂടെ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തേനെ നമ്മൾ വൈപ്പർ റിങ് എന്ന് വിളിക്കും. ഇനി അടുത്തായിട്ട് വരുന്നതാണ് കണക്ടിംഗ് റോഡ്. പിസ്റ്റണും കണക്ടിംഗ് റോഡൂടെ കണക്ട് ചെയ്യുന്ന ആ ഒരു പിന്നിന്റെ പേര്, ആ പിന്നിന്റെ പേര് എന്തായിരുന്നു? ഗഡ്ജൻ പിൻ എന്നായിരുന്നു ആ പിന്നിനെ നമ്മൾ പറയുന്നത്. ഗഡ്ജൻ പിൻ. പിസ്റ്റണും നമ്മുടെ കണക്ടിംഗ് റോഡൂടെ കണക്ട് ചെയ്യുന്ന പിൻ, ഗഡ്ജൻ പിൻ.
ഇനി അടുത്തായിട്ട് നമ്മളുടെ കണക്ടിംഗ് റോഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ പിസ്റ്റൺ നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് മെമ്പർ ആയിരുന്നല്ലോ. ഇനി നമ്മുടെ കണക്ടിംഗ് റോഡ് എന്ന് പറയുന്നത് എന്താണ്? ആ പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ക്രാങ്കിനെ റൊട്ടേറ്റ് ചെയ്യുന്ന ആരാ? കണക്ടിംഗ് റോഡാണ്. ഇത് പിസ്റ്റന്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ ക്രാങ്കിന്റെ റൊട്ടേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ്. പിസ്റ്റന്റെ റെസിപ്രോക്കേഷനെ ക്രാങ്കിന്റെ റൊട്ടേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ്, അതാണ് എന്തെന്ന് പറയുന്നത്? കണക്ടിംഗ് റോഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കണക്ടിംഗ് റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ടെമ്പേർഡ് സ്റ്റീലും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ടെമ്പേർഡ് കണക്ടിംഗ് റോഡ് ഈസ് മെയ്ഡ് ഓഫ് ടെമ്പേർഡ് സ്റ്റീൽ. ടെമ്പേർഡ് സ്റ്റീൽ. ടെമ്പേർഡ് സ്റ്റീൽ. ഇനി അടുത്ത കണക്ടിംഗ് റോഡിന്റെ മാനുഫാക്ചറിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഡ്രോപ്പ് ഫോർജിങ് ആണ്. ഫോർജിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആലയിൽ ചെയ്യുന്ന പണിയില്ലേ, അതാണെന്ന് പറയുന്നത് ഫോർജിങ് എന്ന് പറയുന്നത്. അവിടെ നമ്മളിങ്ങനെ ഡ്രോപ്പ് ഫോർജ് ചെയ്യും. നമ്മളൊരു ഹാമർ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ അവിടെ കണക്ടിംഗ് റോഡിനെ ഉണ്ടാക്കുന്നത്. സോ കണക്ടിംഗ് റോഡിനെ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് ഡ്രോപ്പ് ഫോർജിങ് മെത്തേഡ് വഴിയാണ് ഉണ്ടാക്കുന്നത്. ഇനി അടുത്തത് റേസിംഗ് കാർസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ റേസിംഗ് കാർസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കണക്ടിംഗ് റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ടൈറ്റാനിയം അലോയ് കൊണ്ടാണ്. റേസിംഗ് കാർസിൽ നമ്മൾ കണക്ടിംഗ് റോഡ് ഉണ്ടാക്കിയേക്കുന്നത് ടൈറ്റാനിയം അലോയ്. നമ്മളിപ്പോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഇപ്പൊ സാധാ കാർ ആണെന്നുണ്ടെങ്കിൽ അവിടെ കണക്ടിംഗ് റോഡ് ഉണ്ടാക്കിയേക്കുന്നത് ടെമ്പേർഡ് സ്റ്റീലും കൊണ്ടാണ്. സമയത്ത് റേസിംഗ് കാർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ടൈറ്റാനിയം അലോയ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കണക്ടിംഗ് റോഡിന് രണ്ട് എൻഡ് ആയിരുന്നു. മുകളിലത്തെ സ്മോൾ എൻഡ് നമ്മുടെ പിസ്റ്റനുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഗഡ്ജൻ പിന്നും, ഇനി താഴത്തെ ബിഗ് എൻഡ് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്നത് ക്രാങ്ക് പിന്നും കൊണ്ടായിരുന്നു കണക്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളുടെ കണക്ടിംഗ് റോഡിന്റെ മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ്. കണക്ടിംഗ് റോഡ് ടെമ്പേർഡ് സ്റ്റീൽ അല്ലേ? നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ടെമ്പേർഡ് സ്റ്റീലും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ ഒന്നെങ്കിൽ ഡ്രോപ്പ് ഫോർജ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്തെടുക്കും. കാസ്റ്റിംഗ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പൊ ക്രാങ്ക് ഷാഫ്റ്റിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ടെമ്പേർഡ് സ്റ്റീൽ ആണ്. അടുത്ത മാനുഫാക്ചറിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഡ്രോപ്പ് ഫോർജിങ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? കാസ്റ്റിംഗ് ആയിരിക്കും. ഇതിനടുത്ത ക്യാം ഷാഫ്റ്റ് ഉണ്ടല്ലോ, ആ ക്യാം ഷാഫ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ചിൽഡ് കാസ്റ്റ് ആയിരിക്കും. ക്യാം ഷാഫ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ചിൽഡ് കാസ്റ്റ് ആണ്. ക്യാം ഷാഫ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ചിൽഡ് കാസ്റ്റ് ആണ്. അത്രേ ഉള്ളൂ സാർ. ഓക്കെ ഓക്കെ, കറക്റ്റ്. കഴിഞ്ഞില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോളാം, പറഞ്ഞോളാം. ഡൗട്ട് ഉള്ളവരൊന്ന് ചോദിക്കണേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഹലോ. ഇല്ല, കുഴപ്പമില്ലായിരിക്കും. എന്നാ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ സാറേ. ഓക്കെ, ശരി. ഗുഡ് നൈറ്റ്.